കണ്ടുപിടിച്ചു. ഏമാനെ പണിക്കരെത്തിയോ? നമസ്കാരം ഇൻസ്പെക്ടർ. നമസ്കാരം. ഇരിക്കണം. സന്തോഷം. മിസ്റ്റർ പണിക്കർ, ഈ ലാക്കറ്റ് ഏതാണെന്ന് അങ്ങേക്ക് അറിയാമോ? ഇത് ശോഭയുടെ ലോക്കറ്റാണല്ലോ. അങ്ങേക്ക് എങ്ങനെ കിട്ടി? വിക്രമന്റെ ആളുകളിൽ നിന്ന്. ശോഭയെ കൊണ്ടുപോയിട്ടുള്ളതും അവന്റെ കിങ്കന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല, ഇതുമാതിരി പല കേസുകളിലും അവൻ സാരമായ പങ്കുണ്ട്. എന്തോ തക്കതായ തെളിവില്ലാതെ എനിക്കൊന്നും പറയാൻ വയ്യ. എന്റെ അഭിപ്രായം അത് തന്നെയായ ചെവിലേക്കട്ടെ. അങ്ങേക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇൻസ്പെക്ടർ. ഞാൻ ആരെ സംശയിക്കും, ആരെ സംശയിക്കാതിരിക്കും? കാര്യം ഒന്നിനൊന്ന് വഷളായി വരികയാണ്. ഇതാ നോക്കിയാട്ടെ, ഒരു പുതിയ എഴുത്ത്. എന്ത്? ശോഭ മായാവിയുടെ വീട്ടിലോ? എല്ലാം അത്ഭുതമായിരിക്കുന്നില്ല. ലോകത്തിൽ ഒന്നും അത്ഭുതമല്ല ഇൻസ്പെക്ടർ. ആ കൊള്ളക്കാരൻ അഹങ്കാരം കണ്ടു. അവനെന്റെ ജാമാതാവാകാൻ ആഗ്രഹിക്കുന്നു എന്ന് വരെയല്ലേ എഴുതിയിരിക്കുന്നത്. അങ്ങ് തന്നെ പറഞ്ഞാട്ടെ, ഇതിൽ ഒരു അപമാനം എനിക്ക് എന്താണ് വരാനുള്ളത്? വൺ ഐഡിയ മാന്. ഈ നാടകത്തിൽ ഒരാൾ തന്നെ രണ്ടുപേരുടെ വേഷം എടുക്കുന്നത് പോലെ മായാവി തന്നെ എന്തുകൊണ്ട് വിക്രമനായിക്കൂടാ? ഒരുപക്ഷെ അങ്ങനെയുമാകാം. ഇൻസ്പെക്ടർ, ശോഭയെ കാണാതായ രാത്രി ശാന്തിയുടെ ബോധക്കേട് മാറ്റാൻ ഡാക്ടർ പച്ചമരുന്ന് പ്രയോഗിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? അത് മായാവിയാണ് കൊടുത്തയച്ചത്. ഇനിയൊരു ഐഡിയ മാനെ. ഇത് പോലീസിനെ കളിപ്പിക്കാൻ മായാവിയുടെ പേര് വെച്ച് വിക്രമൻ എഴുതിയ എഴുത്താണിത്. എന്റെ പപ്പുള്ള തന്റെ ഐഡിയ തന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആദ്യത്തെ ഐഡിയ ഈ പറഞ്ഞു മായാവിയും വിക്രമനും ഒരാളാണ്. പിന്നത്തെ ഐഡിയ വന്നപ്പോൾ രണ്ടുപേരായി. എന്തൊരു ഭയങ്കര തലച്ചോർ. അതെന്തെങ്കിലും ആകട്ടെ ഇൻസ്പെക്ടർ, എങ്ങനെയും ശോഭയെ കണ്ടുപിടിക്കണം. അവളെ കാണാതായത് മുതൽ എന്റെ വീട് ഉറങ്ങിക്കിടക്കുകയാണ്. തലതല്ലി ചത്തുകളഞ്ഞാലെന്ന് പോലും ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ഇങ്ങനെ തുടർന്ന് ഞാനൊരു ഭ്രാന്തനായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പണിക്കരത്തെ അങ്ങനെ പറയരുത്. അങ്ങയുടെ മകൾക്ക് ദൈവാധനം കൊണ്ട് യാതൊരു തകരാറും സംഭവിക്കുകയില്ല. ശോഭക്കുഞ്ഞ് എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ പിടിച്ചോണ്ട് തരാം. പിന്നെ ഈ എഴുത്ത്, അതിനെപ്പറ്റി പേടിക്കണ്ട. ഈ കള്ളെഴുത്ത് കച്ചവടം ഇവിടെ പണ്ടിനാലേ നടപ്പുണ്ട്. പണിക്കർ, അല്പം കൂടി ക്ഷമിക്കണം. നിയമം അങ്ങയുടെ കൂടെ ഉണ്ട്. ശോഭയെ വളരെ വേഗം കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. വളരെ സന്തോഷം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നമസ്കാരം. വല്ലാത്ത ഒരു സ്ഥലം. നോക്കുന്നിടത്തെല്ലാം കൊള്ളക്കാര് തന്നെ. പക്ഷേ ആരെയാണ് കൊള്ളയടിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതിനൊക്കെ ഞങ്ങൾക്കൊരു ആദർശമുണ്ട്. നല്ല ആദർശമാണ് ഈ കൊലയും കൊള്ളയും. ശ്രദ്ധിച്ചു നോക്കിയാൽ ഏതൊരു പ്രവൃത്തിക്കും അതിന്റേതായ ആദർശം കാണും. പ്രേമത്തിന് പോലും ഉണ്ടല്ലോ ആ പ്രത്യേകത. എന്ത് പ്രത്യേകത? അല്ല, നിനക്ക് തന്നെ ഏതെങ്കിലും ഒരുത്തനെ അല്ലാതെ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ചെങ്ങും പ്രേമിക്കാൻ പോകും. എങ്കിലും ഈ സ്ഥലം ആകപ്പാട് വലിയ തിരക്കേടില്ലെന്നാണ് തോന്നുന്നത്. തിരക്കേടില്ലെന്നോ? എത്ര മനോഹരമാണിത്. അതെ, എല്ലാവർക്കും ജോലി, ശരിക്ക് വ്യായാമം, നല്ല ആഹാരം. നോക്കുന്നതിലെല്ലാം ഒരു കണിച്ചമുണ്ട്. അത് മാത്രമല്ല, ഏതിലും നീതി, ആർക്കും സമത്വം, എല്ലാറ്റിനും ഉപരി സ്നേഹം. ഞങ്ങൾ പരസ്പരം വിശ്വസിക്കുന്നു. അതെ അതെ, അത്ര നല്ലവരാണെങ്കിൽ പിന്നെ ഈ മലയിൽ എന്തിനു വന്ന് ഒളിച്ചിരിക്കുന്നു? അതും പറയാൻ ഒരു ദിവസം. ഇന്ന് അല്പം ധൃതിയുണ്ട്. നിന്നെ തിരിച്ചയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. എന്നാൽ ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ പോയിച്ചോട്ടെ. പേര് പപ്പിള്ള. എടോ, എന്റെ പേരല്ലേ ചോദിച്ചു, തന്റെ പേരാ ചോദിച്ചത്. റെബിള് മകൻ മണുക്കു. അച്ഛന്റെ പേര് മണുക്കും മകൻ സന്നല. മണുക്ക മകൻ സംഗളിയ മകൻ മണക്കു. എടോ, ഇതൊന്നും മനസ്സിലാവുന്നില്ലടോ. തന്ത ഏത്, മോനേത്? കാണാനാശം. ആട്ടെ, തന്നെ തല്ലിതാരാ? ഒരു പെണ്ണ്. അവളുടെ പേര് തുളസി. പകുതി എന്റെ പകുതി തന്നെ. ഓഹോ, തന്റെ പകുതിയാണ് അവളും ഇല്ലേ? കര കറിയും. വീട്ടുപേര് ഞങ്ങ തന്നെ. അപ്പൊ ഈ മേപ്പിടി തുളസി തന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവളാണ് ഇല്ലേ? എടോ, താൻ ഈ വയസ്സുകാലത്ത് എന്തെങ്കിലും അവളുടെ അനാവശ്യം പറഞ്ഞു കാണും. അല്ലെങ്കിൽ അവളെ തല്ലിയില്ല, കണിശമായിട്ടും തല്ലിയില്ല. എന്തിനാടോ? ആരാണിത് പറഞ്ഞത്? ഞന്റെ ഭാര്യയാണ് അവള്. വെരി ഗുഡ് ഗുഡ്. എന്തോ ഭാര്യ? ഭാര്യ തല്ലിയതിന് ഭർത്താവ് കേസും കൊണ്ടുവന്നിരിക്കുകയാണ്. എടോ, തനിക്ക് എത്ര ഭാര്യമാരുണ്ട്? ഒരേ ഒരു ഭാര്യ മാത്രം. എനിക്ക് എത്ര ഭാര്യ ഉണ്ടെന്നറിയാവോ? 2. ഒരുത്തി തല്ലാൻ വരുമ്പോ മറ്റവള് കൊല്ലാൻ വരും. ഞാൻ എവിടെ കൊണ്ട് കേസ് കൊടുക്കൂടൂ? എടോ, അവളെങ്ങാനും പിണങ്ങിപ്പോയാൽ തന്റെ ഗതി അധോഗതിയാണ്. തനിക്ക് ജീവപര്യന്തം കടന്നു തടവാ. എവിടെയാണെന്നറിയാമോ? അടുക്കളയില്. എടോ, പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ആരാ? അവര് ഈ ഭദ്രകാളിയുടെ വെളിച്ചപ്പാടുകളാ, അറിയാമോ? അതുകൊണ്ട് താൻ ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്ന് അവിടെ കാലോ കയ്യോ പിടിച്ച് അച്ഛാ പോയിട്ട് പറഞ്ഞ് സമാധാനിപ്പിക്കും.
ഭാര്യയുടെ പേര് പരാതി കൊണ്ടുവന്നിരിക്കുന്നു ഈ വഷളെ. ഉത്തരവ്. താൻ അറിഞ്ഞു പ്രസാദിന്റെ വീട്ടിൽ നിന്നും ആഭരണപ്പെട്ടി മോഷണം പോയി. ദൈവാധീനം, പെട്ടി മാത്രം കൊണ്ടുപോയുള്ളല്ലോ. എടോ മനുഷ്യ, പെട്ടിക്കകത്ത് ആഭരണങ്ങളും ഉണ്ടായിരുന്നു, അതും പോയി. ഓഹോ, പെട്ടിക്കകത്തായിരുന്നു ആഭരണം. ഏമാനെ, ഈ കേസ് ഞാൻ ഇപ്പോഴേ ഫയൽ ചെയ്തേക്കാം. എല്ലാം ഫയലിൽ ചേർത്തച്ചാ മതി. കള്ളനെ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം. ഏമാനെ, ഇതിനു മുമ്പ് തെളിയേണ്ട പല കേസ് ഇവിടെ കിടപ്പുണ്ട്. ആ കണക്കനുസരിച്ച് നോക്കുന്നെങ്കിൽ ഈ കേസ് ഇപ്പൊ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. 441. ഉത്തരവ്. ഇത് പോലീസ് സ്റ്റേഷനോ പകുതി കച്ചേരിയോ? പോലീസ് സ്റ്റേഷനെ തന്നെ. പിന്നെ താനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ല, കുറച്ച് ദിവസമായി ഞാൻ തന്നെ ഗവനിക്കുന്നുണ്ട്. ഒരൊറ്റ കേസിനെ പറ്റിയും തനിക്ക് താല്പര്യമില്ല. ഒരൊറ്റ പുള്ളിയെ പോലും താൻ പിടിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കേസിന്റെ തുമ്പ് കിട്ടിയിരുന്നെങ്കിൽ മറ്റുള്ളതെല്ലാം പുറകെ തെളിയുമായിരുന്നു. ഏമാനെ, ആ ഒരു കേസിന്റെ തുമ്പ് കിട്ടാനാ പ്രയാസം. അത് കിട്ടിയ ബാക്കി കാര്യം എല്ലാം ഞാൻ. താൻ കുറച്ച് ഏൽക്കും. എനിക്കറിയാം എന്റെ യോഗ്യത. നോക്ക്, പ്രസാദിന്റെ വേലക്കാരനെ ഉടനെ പിടിച്ചുകൊണ്ടുവരണം. എന്തെങ്കിലും ഒരു തെളിവ് ഈ മോഷണത്തെ പറ്റി നമുക്ക് അവരിൽ നിന്ന് കിട്ടിയേക്കും. മനസ്സിലായി? ഉടനെ പ്രസാദിന്റെ വീട്ടിലേക്ക് ഓടാം. അവിടെ ചെന്ന് ആ വേലക്കാരനെ തൂത്തുവാരിക്കൊണ്ട് ഇവിടെ വരണം. ഓ നമസ്കാരം. ഓ വിക്രമൻ, ഇവിടെ വെച്ചിട്ട് പോടാം. വിക്രമ, തുറക്ക്. അങ്ങനെ ആ പ്രസാദ് എന്ത് കാര്യമായിട്ടാണ് ഇത് കെട്ടിവെച്ചിരിക്കുന്നത്? എല്ലാം സിൽക്കിന്റെ സജ്ജിയാണ്. അങ്ങനെ എടുക്ക്. അങ്ങനെ ഇത് നിറച്ച് മുത്തും രക്തവുമാണ്. മറ്റത് ഇതും അത് തന്നെ, പക്ഷേ കുറച്ചുകൂടി മുഴുത്തതാണ്. ഇതിൽ അങ്ങനെ ഇത് നിറച്ച് തങ്കപ്പൊടിയാണ്. തങ്കപ്പൊടി. ശരി, ആദ്യം അത് തന്നെ കഴിക്കും. ഒന്നങ്ങനെ മണ്ണ് ഇതെല്ലാം അങ്ങനെ പാറക്കല്ല്. വിക്രമ, എന്താണിതല്ല? അങ്ങനെ ഇതെല്ലാം ആ മായാവി സസ്കരവീരന്റെ ഇന്ദ്രജാലമാണ്. ഇപ്രാവശ്യം അവനെ ഞാൻ കശക്കി പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ എന്റെ പേര് വിക്രമൻ എന്നാണ്. വരൂ, നമുക്കുടനെ വിജയനെത്താണ്. ശരി. വന്നല്ലോ വസന്തകാലം, വന്നല്ലോ വസന്തകാലം, പൊന്നണിഞ്ഞോ പൂവാടിക. വന്നല്ലോ വസന്തകാലം, പൊന്നണിഞ്ഞോ പൂവാടിക. വന്നതില്ല നീ മാത്രം, തന്നതില്ല ചാകണിക. വന്നല്ലോ വസന്തകാലം, പൊന്നണിഞ്ഞോ പൂവാടിക. പഴി പറയുന്നൊരു ലോകത്തെ ഭയമാണു നിനക്കെങ്കിൽ, പഴി പറയുന്നൊരു ലോകത്തെ ഭയമാണു നിനക്കെങ്കിൽ, വരികാരുമെ അറിയാതെ പ്രിയ മധുരക്കിനാവിങ്കൽ, വരികാരുമെ അറിയാതെ പ്രിയ മധുരക്കിനാവിങ്കൽ. പൂങ്കുയിലെ വാവാനേ പ്രേമ സംഗീത ഗായക. വന്നതില്ല നീ മാത്രം, തന്നതില്ല ചാകണിക. വന്നല്ലോ വസന്തകാലം, പൊന്നണിഞ്ഞു പൂവാടിക. മതിയാകവെ കളിയാടാനായി എൻ തങ്കത്തളിരേവാ, മതിയാകവെ കളി
വന്നതില്ല നീ മാത്രം തന്നതില്ല കണിക വന്നല്ലോ വസന്തകാലം പൊന്നണിഞ്ഞു പൂവാടിക വന്നല്ലോ വസന്തകാലം പൊന്നണിഞ്ഞു പൂവാടിക. ഏയ്, ആരുടെ അനുഭവത്തോടു കൂടിയാണ് ഈ മാമ്പഴം പറിച്ചെടുത്തത്? ഏയ്, ആരുടെ അനുഭവത്തോടു കൂടിയാണ് നിങ്ങൾ ചോദിക്കുന്നത്? നിനക്കറിഞ്ഞൂടെ ഇവിടെ ഉത്തരവിടാൻ ഒരുത്തനേ ഉള്ളൂ, മായാവി. നിങ്ങൾക്കറിഞ്ഞൂടെ ഞാൻ അദ്ദേഹത്തിന്റെ അതിഥിയാണ്, ശോഭാദേവി. ഉണി നല്ലപോലെ സംസാരിക്കാൻ അറിയാമല്ലോ. അത് വെച്ച് പഠിക്കാനാണോ ഈ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നത്? അല്ലല്ല, നിന്റെ നഷ്ടപ്പെട്ടു പോയ ഈ ആഭരണങ്ങൾ നീ താഴെക്കൂടെ വരുമ്പോൾ നിന്റെ മടിയിൽ തന്നെ ഇട്ടു എന്ന് കരുതി. കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ എടുത്തുകൊള്ളണം. ഞാൻ പെണ്ണാണോ നിന്റെ ആഭരണങ്ങൾ അറിയാൻ? നിങ്ങളുടെ പൗരുഷത്തിനും സേവനത്തിനും ഇതൊരു സമ്മാനമായി കരുതിക്കൊള്ളണം. നീ വല്ലാത്ത പിശിക്കുകയാണ്. എന്ത്, എന്റെ ആഭരണങ്ങൾ മുഴുവൻ തന്നിട്ടും മതിയായില്ലേ? ഇനി എന്താ വേണ്ടത്? നിന്നെ ആദ്യം വീട്ടിലെത്തിക്കട്ടെ, എന്നിട്ട് പറയാം. ഓ, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കൂടുതൽ തർക്കിക്കണ്ട, ഇന്ന് സന്ധിക്ക് നിനക്ക് പോകാം. ഇന്ന് സന്ധിക്കും? തീർച്ചപ്പെടുത്തിയോ? ഓഹോ, തീർച്ചപ്പെടുത്തി. ഒരു വ്യവസ്ഥയും അംഗീകരിക്കത്തക്കാണെങ്കിൽ കേൾക്കട്ടെ. വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെ പറ്റി ചിന്തിക്കണം. നീ വിചാരിച്ചിരുന്നത് പോലെ ഒരു കള്ളനോ കൊള്ളക്കാരനോ കൊലപാതകയോ അല്ല. അല്പം കൊള്ളാവുന്നവനാണ് ഞാനെന്ന് നിനക്ക് ബോധ്യം വരും. നീ എന്നെ അങ്ങനെ വിളിച്ചതിന് നിനക്ക് നാണം തോന്നും. നിന്റെ തല താനേ താഴെ. ഇപ്പോഴല്ല, ഇപ്പോഴാണോ? വീട്ടിൽ ചെന്നിട്ട് എന്റെ മുമ്പിൽ വെച്ചല്ല, ഇരിക്കുമ്പോ. ശോഭേ, 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 ശോഭേ. എന്തൊരു വികൃതിയാണിത്? നീ ഒരു പേടി കുടിക്കാണ് ശോഭ. ദേവന് കിടുക ഉറയ്ക്കുന്നു. നീ ഇവിടെ കയറി എന്ത് നോക്കാണ്? ഇറങ്ങി നോക്കാൻ പതുക്കെ. നീ എങ്ങനെയാണ് മോളിൽ കയറിയത്? നിന്നോട് 1,00,000 പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കരുതെന്ന്. ഈ തലയോട്ടിനകത്ത് വല്ലതും ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവും. നടക്ക. ഉത്തരവ് എന്താ വിശേഷം വല്ലതുകൊണ്ടോ? എന്ത് ഏമാൻ അതറിഞ്ഞില്ല. ഞാൻ എന്തിന് കരയുന്നു? കാര്യം പറയും. കരയാതെ എന്ത് ഏമാൻ? അത്ര ഭയങ്കരമായ സംഭവം പറയാൻ എന്റെ നാക്ക് പോലും പൊങ്ങുന്നില്ല. നാക്ക് പൊങ്ങുന്നില്ലേ? എന്നാൽ ഇതാ കടലാസ്, എഴുതി തരും.
വേണ്ട, ഞാൻ പറയാം. ആ ശോഭക്കുഞ്ഞിനെ കാട്ടിൽ വെച്ചൊരു പുലി പിടിച്ച് മിഴുങ്ങി. എന്താ? ശോഭയെ പുലി പിടിച്ചു? ഉത്തരവ്. താൻ കണ്ടോ? അത്ര ഭയങ്കരമായ ആ സംഭവം കാണാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കാണുമെന്ന് അവിടുന്ന് വിചാരിച്ചോ? ദൈവാധീനം കൊണ്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഓഹോ, എന്നോടൊരു വിനോദം പറഞ്ഞതായിരിക്കും. അല്ലേ മാന്യ, എന്നോട് ആ PC 212 പറഞ്ഞത്. PC 212? അതെ. അയാൾ അവിടെ ഉണ്ടായിരുന്നു? അയാളോട് അയാളുടെ പെമ്പിളയാ പറഞ്ഞത്. ആ സ്ത്രീ കണ്ടതാണോ? അല്ല, കാട്ടിൽ വിറകൊടിക്കാൻ പോയ ഒരു കൂട്ടുകാരിയാണ് അവരോട് വന്ന് പറഞ്ഞത്. ഓഹോ, അവര് കണ്ടതായിരിക്കും. അല്ല, കാട്ടിൽ വിറകൊടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കൂടിയിരുന്ന കുറെ പേര് തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. അവരെന്ത് സംസാരിച്ചു? ഒരു പെൺകുട്ടി ഒരു പുലി പിടിച്ച് മിഴുങ്ങിയെന്ന്. അതുകൊണ്ട് അത് ശോഭയായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഏമാനെ, അത് മാത്രം എന്റെ സ്വന്തം ഐഡിയ. തന്റെ ഐഡിയയും താനും ഇത്രയും കാലം പോലീസിൽ ജോലി നോക്കിയിട്ടും ഇത്തരം കെട്ടുകഥകൾ വിശ്വസിക്കുന്നു. ഇതിനാണ് ഇവിടുത്തെ ജോലിയും കളഞ്ഞ് നാടോടി നടക്കുന്നത്. പറഞ്ഞേക്കാം, ഇതുമാതിരി മണ്ടത്തരങ്ങൾ താൻ ഇനിയും തുടരുകയാണെങ്കിൽ ഞാൻ DSPക്ക് എഴുതി തന്നെ കോൺസ്റ്റബിളായി ഡീപ്രമോട്ട് ചെയ്യിക്കും. ഓർമ്മിച്ചു? പറ്റോ? നീ ദീർഘായുസാണോ മോനെ? ഇരിക്കൂ. ശോഭയ്ക്ക് പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവൾ അങ്ങയോട് യാത്ര ചോദിക്കാൻ വന്നിരിക്കുക. കൊള്ളാം കുഞ്ഞ്, എനിക്ക് വളരെ സന്തോഷമായി. ഭദ്രമായി പോയിട്ട് വാ. പക്ഷേ പോകുന്നതിന് മുമ്പേ ചേച്ചി ഒരു വാക്ക് പാലിക്കാനുണ്ട്. എന്ത് വാക്ക്? പാടാമെന്ന് പറഞ്ഞത്. ഓഹോ, പാട്ടോ? കൊള്ളാം. എനിക്ക് പാട്ടറിഞ്ഞൂടെ? കേട്ടോ, വെറും കളവാണ് ചിറ്റപ്പ. ഞാൻ നേരിട്ട് കേട്ടതാ. എന്തിനു വെറുതെ നോള പറയുന്നു? എണീക്ക്. പാട് മോളെ. എണീക്കോ? ആ
സ്വാമികൾ. കുഞ്ഞെ, നീ നന്നായി വരട്ടെ. മോനെ, ഇവിടെ വേഗം വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ള. പോകാം. താൻ എന്താണ് ചെയ്യുന്നത് പുള്ളേ? ഒന്നുമില്ല ഏമാനെ. കൊലക്കേസ്, അടിപിടി, ചീട്ടുകളി, പിടിച്ചുകറി, ഇങ്ങനെയുള്ള ഓരോന്ന് തരം തിരിച്ചിങ്ങനെ എഴുതി വരികയാണ്. തരം തിരിച്ചെഴുതുന്നു. എനിക്ക് വേറെ ഒരു ജോലിയുമില്ല. അയ്യോ, അതെന്താ ഏമാനെ അങ്ങനെ പറയുന്നത്? എനിക്ക് ഉറക്കത്തിൽ പോലും ഇവിടുത്തെ ജോലിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. 440 ഉത്തരവ്. ഖാൻ സാഹിബ് അബ്ദുൾ റഹീം ഈ നാട്ടിലെ വലിയ പൗരപ്രധാനിയാണെന്ന് നാം പലപ്പോഴും പറയാറുണ്ടല്ലോ. അതിന് വല്ല സംശയമുണ്ട് ഏമാനെ? അദ്ദേഹത്തിന് ഇവിടെ ഉള്ളതിൽ കൂടുതൽ ബോംബെ 2 ബംഗ്ലാവ്, കൊച്ചിയിൽ ഒരു ഗോഡവ്, മലബാറിലൊരു എസ്റ്റേറ്റ്, 10-15 ആന. കേട്ടോ ഏമാനെ, അദ്ദേഹത്തിന് ഭാര്യമാര് 4. അപ്പോൾ ഭാര്യമാരുടെ എണ്ണമാണ് മാന്യതയുടെ മാനദണ്ഡം അല്ലേ? ഉത്തരവ്. ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകൾക്ക് മാത്രമേ അനവധി ഭാര്യമാരെ പോറ്റാൻ നോക്കൂ. പക്ഷേ അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ സ്ത്രീകളെ ആരെയും കാണാറില്ലല്ലോ. അതല്ല, അദ്ദേഹം മൊഴിശല്യം വിട്ടു. 441. ഉത്തരവ്. ഇന്ന് ഖാൻ സാഹിബിന്റെ വണ്ടി ആ മലഞ്ചെരുവിലേക്ക് പോയിട്ടുണ്ട്. ഓ, എന്നാ വല്ല മേയാനോ വെച്ചായിരിക്കും. മേയാൻ പോകുന്നത് കുതിരയോ വണ്ടിയോ? ഉത്തരവ്. കുതിര. വൺ ഐഡിയ സാർ. വണ്ടി കാട്ടിലേക്ക് പോയിരിക്കുന്നത് വിറക് കൊണ്ടുവരാനായിരിക്കും. എന്തൊരു ഒറിജിനൽ ഐഡിയ. താങ്ക് യു സാർ. താങ്ക് യു. മരത്തലെ, ഖാൻ സാഹിബ് ഇത്രയും നല്ല വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് കാട്ടിൽ നിന്നും വിറവ് കൊണ്ടുവരാനാണ് അല്ലേ? അദ്ദേഹം തനിച്ചാണ് അതിൽ യാത്ര ചെയ്തിരിക്കുന്നത്. സായിപ്പ് വണ്ടിയിലുണ്ടായിരുന്നു. ഏമാനെ, എനിക്ക് വിശ്വാസമാകുന്നില്ല. ഇത്രയും വലിയ ആളോ ഒറ്റയ്ക്ക് എന്തിനു കാട്ടിപ്പോയി? തനിക്ക് ഈയിടയ്ക്ക് എന്തിലെങ്കിലും വിശ്വാസം തോന്നാറുണ്ട്. ലോകത്തുള്ള സകല ആളുകളും തനിക്ക് വലിയമാരാണ്. നടക്കൂ എന്റെ ഇവിടെ കാട്ടിലേക്ക്. നമുക്കിന്ന് തന്നെ കാര്യം കണ്ടുപിടിക്കാം. ഉത്തരവ്. ഏമാനെ, ഞാനും കൂടെ കാട്ടിലേക്ക് വരണമെന്നുണ്ടോ? താൻ എന്താ വന്നാല്? അല്ല, ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഏമാനെ, ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെ ഇവിടെ വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്റെ ഇളയ ചെറുക്കനുണ്ടല്ലോ ഗംഗാധരൻ, അവന് കരിമ്പ് തിന്നണമെന്നും പറഞ്ഞുകൊണ്ട് ഒരേ കരച്ചില്. ഞാൻ കരിമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് ചെത്തി കണ്ടിച്ച് അവരിത്തിരി കൊടുക്കണം. എനിക്കും വല്ലതും കഴിക്കണം. എന്നിട്ട് ഞാൻ ഏമാന്റെ കൂടെ എവിടെ വേണമെങ്കിലും വന്നേക്കാം. തന്റെ ധിക്കാരം അതിന്റെ വീണു. മര്യാദയ്ക്ക് നടക്കേണ്ട കൂടെ വേണമെങ്കിൽ പോകുന്ന വഴി വീട്ടിൽ കയറാം. ഉത്തരം. പിരിയാതെയെന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം. മലർത്തോറും മന്ദഹാസം വിരിയുന്നതെന്തിനാവാം. പിരിയാതെയെന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം. ഹൃദയം പകർന്നു തമ്മിൽ കഥകൾ പറഞ്ഞു നിൽക്കൂ. പുതുപൂക്കൾ നമ്മെ നോക്കി പുളകത്തിൽ മുങ്ങിടുന്നു. അനുരാഗ വായ്പു കാണാൻ അവയും കൊതിക്കയാവാം. പിരിയാതെയെന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം. മലർത്തോറും മന്ദഹാസം പിരിയാതെയെന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം. ആടുന്നു മാമരങ്ങൾ, പാടുന്നു കോകിലങ്ങൾ. ആടുന്നു മാമരങ്ങൾ, പാടുന്നു കോകിലങ്ങൾ. ആലോല കാന്തിയാർന്നു
പിരിയാതെ എന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം. മലർ തോറും മന്ദഹാസം വിരിയുന്നതെന്തിനാവാ? പിരിയാതെ എന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം. അണയാതെ കത്തി നിൽക്കും അമലാനുരാഗദീപം അരുളുന്ന താണുപാരിൻ ഹൃദയത്തിനീ പ്രകാശം. അതു നാം പകർത്തുവാനായി അവയും കൊതിക്കയാവാം. പിരിയാതെ എന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം. മലർ തോറും മന്ദഹാസം വിരിയുന്നതെന്തിനാവാ? പിരിയാതെ എന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം. ഏമാനെ, ഇവിടെ നമുക്ക് പറ്റിയ സ്ഥലമാണ്. അവന്മാർ ഇതിലെങ്ങനെ പോയാൽ പിടിക്കുന്ന കാര്യം ഞാൻ വേണ്ട വേണ്ട, നമുക്ക് അവിടെ പോയാൽ. അവിടെ വളരെ ദൂരം ഏമാനെ. എന്താ ഈ മരത്തിന്റെ മുകളിൽ കയറി കളയാം? ഏമാനെ കയറിയാട്ടെ. താൻ ആദ്യം കയറും. ഏമാനെ, ചേട്ടന്റെ വണ്ടി ഉണ്ടാതിരിക്കും. ശോഭക്കുഞ്ഞ് വണ്ടി കയറി ഇരുന്നു, കഥകടച്ചു. ബഹളം കൂട്ടാൻ പതുക്കപ്പുറം. വണ്ടി അളയെ കഴിഞ്ഞു. കുതിര വാലും പൊക്കിക്കൊണ്ട് ഓടുന്നു. ഏമാനെ, നമുക്കൂടെ അവരുടെ പുറകെ പോകാം. ഇറങ്ങും. നീ വണ്ടിയുടെ കൂടെ തന്നെ പോയി. നീ ഓടിക്കും. എല്ലാം ഭദ്രം. വിക്രമ, ആർക്കും സാധിക്കാത്തൊരു പ്രവൃത്തിയാണ് നീ ചെയ്തിരിക്കുന്നത്. മായാവിയെ തോൽപ്പിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഞാനൊരു രാജാവായിരുന്നെങ്കിൽ നീ ആയിരിക്കും എന്റെ സേനാപതി. അങ്ങനെ അങ്ങയെ സന്തോഷിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അത് പാലിച്ചു. എന്നാൽ ഇതാ വീണ്ടും ഞാൻ ശപഥം ചെയ്യുന്നു. ആ മായാവിയെ ജീവനോടെ കിട്ടാത്ത പക്ഷം അവന്റെ പ്രേതമെങ്കിലും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കും. വിക്രമ, നിന്റെ പരാക്രമത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ശോഭേ, അങ്ങനെ മിണ്ടാതെ. ശോഭേ, എന്റെ ജീവിത ശോഭേ, വിങ്ങിപ്പൊട്ടുന്ന എന്റെ ഹൃദയത്തിന് ഒരേ ഒരു ആശ്വാസം നിന്റെ ആ ഓമന മുഖം മാത്രമാണ്. ആനന്ദദായികെ, ജീവനായികെ, എന്റെ പ്രേമകായികെ, എന്താണ് മിണ്ടാത്തത്? ആനന്ദത്തിന്റെ ആ കിളിവാതിൽ നീ തന്നെ തുറക്കൂ ഓമനെ. ഓഹോ, നാണമാണോ? എന്തിനു കാണിക്കുന്നു? ലജ്ജയുടെ ആ മൂടുപടം വലിച്ച് ദൂരെ എറിയുമോ ഓമനെ? മുന്നേ പാവം നാണിച്ചിട്ടാണ്. ഒന്നുകൂടി നോക്ക്. അങ്ങനെയല്ല, ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഒന്ന് പിടിച്ച് ഒന്നുകൂടി പിടിച്ച് മുറുകി മുറുകി. അങ്ങനെ മനസ്സിൽ കരുതി ഒന്നും പിടിച്ചാട്ടെ. പിടിച്ചു പിടിച്ചു. എന്റെ ഹൃദയശ്രീ, എന്നെ പീഡിപ്പിച്ചാൽ നീ കാണിച്ച അമൂല്യ നിധി. അങ്ങനെ ഇതെല്ലാം ആ മായാവിയുടെ തന്ത്രജാലങ്ങളാണ്. ഞാൻ നീക്കുന്ന ഓരോ പേക്കളും അവനങ്ങനെ വെട്ടി തള്ളുകയാണ്. അങ്ങനത്തെ ഏറ്റ് വരുന്നു. പപ്പുള്ളേ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാം വിശേഷം തന്നെ. ഇന്ന് രാവിലെ
ഞാൻ കിടക്കപ്പായി എഴുന്നേറ്റപ്പോ എന്റെ കൊച്ചുമോളുടെ മുഖമാണ് കണി കണ്ടത്. ഇനി എന്തോ പറ്റാൻ അവളെ കണി കണ്ടോണ്ട് ഇറങ്ങിയാൽ അന്ന് ഈരാറ് 12 അല്ലെങ്കിൽ ഈ വണ്ടി എന്റെ മുമ്പിൽ വരുമോ? ആ അതൊരു അതിശയം തന്നെയാണ്. നിങ്ങൾ കാര്യം ചെയ്യും, ഈ വണ്ടി നിങ്ങൾ തന്നെ എന്റെ ഉടമസ്ഥനെ ഏൽപ്പിച്ചു. ഈ വണ്ടി അങ്ങനെ എന്തോ അങ്ങനെ പറയുന്നത്? ഈ വണ്ടിയാണ് പപ്പുള്ള ഇൻസ്പെക്ടർ ആക്കാനുള്ള വണ്ടി. ആട്ടെ, ഈ വണ്ടിയിൽ വന്നതാരാ? ഹലോ ഇൻസ്പെക്ടർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിസ്റ്റർ വിജയൻ. മിസ്റ്റർ വിജയൻ, ഇത് ഖാൻ സാഹേബിന്റെ വണ്ടിയാണ്. അതിവിടെ എങ്ങനെ വന്നുവെന്ന് ഞാൻ അറിയുന്നതിൽ വിരോധമുണ്ടോ? അറിയാനെന്തിരിക്കുന്നു? വണ്ടി ആളില്ലാതെ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു. അതെന്റെ സെർവന്റ് കണ്ടു, അവനോട് പിടിച്ചുകൊണ്ടുവന്നു. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളൊക്കെ വന്നത്. ബംഗ്ലാവിൽ കിടന്ന വണ്ടി റോഡിൽ എങ്ങനെ വന്നു? അല്ല, വണ്ടിയുടെ മുമ്പിൽ കുതിരയുണ്ടല്ലോ, അത് വലിച്ചിട്ടാ വണ്ടി ഇവിടെ എത്തിയത്. തന്നോട് ചോദിച്ചു. ഉത്തരവ്. മിസ്റ്റർ വിജയൻ, റോഡിൽ നിന്നും വണ്ടി ഇവിടെ കൊണ്ടുവരാൻ കാരണം? ഏമാനെ, ഇദ്ദേഹം ആരാ? അല്ല ആരാ? വലിയ സോഷ്യൽ സർവീസ് അല്ലേ? ഇദ്ദേഹം എവിടെയെങ്കിലും എന്തെങ്കിലും ഒറ്റയ്ക്ക് കണ്ടാൽ വെറുതെ വിടുന്ന പതിവില്ല, സഹായിക്കാതെ. 441. ഉത്തരവ്. മിസ്റ്റർ വിജയൻ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് പോലീസിന് അറിവ് കൊടുത്തില്ല? അങ്ങ് പറയുന്നത് കേട്ടാൽ തോന്നും ഈ വണ്ടി ഇങ്ങോട്ട് വരുന്നത് ഞാൻ നേരത്തെ സ്വപ്നം കണ്ടെന്ന്. ഇൻസ്പെക്ടർ, വണ്ടി ഇപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്നത്. ഉടൻ തന്നെ നിങ്ങൾ വരികയും ചെയ്തു. പിന്നെ ഞാൻ എന്തിനറിയിക്കണം? അഥവാ അതുകൊണ്ടുള്ള പ്രയോജനം? ഈ നാട്ടിൽ എത്ര കളവുകൾ, കൊള്ളകൾ, കൊലപാതകം വരെ നടന്നിരിക്കുന്നു. പോലീസ് എന്ത് ചെയ്തു? നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, കൂടുതലൊന്നും പറയണമെന്ന്. 441 വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഉത്തരവ്. നിങ്ങളിൽ നിന്ന് ഒരു മൊഴി എനിക്ക് ആവശ്യം. യാതൊരു വിരോധമല്ല എഴുതിക്കൊണ്ട്. അമ്മായി കുഞ്ചു, എടാ കുഞ്ചു, ശോഭയല്ലേ വിളിക്കുന്നത്? കൊച്ചമ്മയ്ക്ക് ഉറക്കത്തിലും കുഞ്ഞിന്റെ വിചാരം ഇപ്പൊ വരുമെന്നാണ് ഓർമ്മ. നേര് പറഞ്ഞാൽ കുഞ്ഞിനെ കാണാതെ ആയത് മുതൽ ഞാനും ഒറ്റപ്പ് ഉറക്കം നടത്തിട്ടില്ലേ. എടാ കഴുതേ, അതാ കേട്ടോ? കുഞ്ഞിന്റെ ശബ്ദമെന്നാ തോന്നുന്നത്. പോകട്ടെ. എന്റെ പൊന്നുമോളെ, എന്റെ കുഞ്ഞെ, നീ പോയതിനു ശേഷം ഇവിടെ ആരെങ്കിലും ഉണ്ടിട്ടുണ്ടോ, ഉറങ്ങിയിട്ടുണ്ടോ? നീ ഇതുവരെ എവിടെയായിരുന്നു? ഈശ്വരൻ നമ്മെ രക്ഷിച്ചു. വാ മോളെ. പൊന്നുമോള് വാ. അല്ല പപ്പുള്ളേ, വാ വാ. നമസ്കാരം. നമസ്കാരം. പിന്നെ എന്തൊക്കെയാ വിശേഷം? ഇങ്ങനെ പിടികിട്ടിപ്പോയി. സകല കുട്ടനത്തിന് തെളിഞ്ഞുപോയി. ഇത് തെളിഞ്ഞെന്ന്? നമ്മുടെ ശോഭക്കുഞ്ഞിന്റെ കാര്യമേ. സോഫയുടെ കാര്യം? അതേന്ന്. ഓ, അതെന്തെങ്കിലും ഒരിക്കൽ താനെ തെളിയാൻ നിവൃത്തിയില്ലല്ലോ. അതെന്താ അങ്ങനെ ഇന്ന് രസമില്ലാതെ സംസാരിക്കുന്നത്? ഇത് കേട്ടാൽ തോന്നും ഞാൻ അങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു വസ്തുവും ചെയ്തിട്ടില്ലെന്ന്. അങ്ങനെ ഞാൻ എന്റെ വീടും കൂടി നോക്കാതെ, കുഞ്ഞുമക്കളെ കൂടി കാണാതെ, ഈ നാടായ നാടും കാടായ കാടും വീടായ വീടും ഒക്കെ ചുറ്റിച്ചിരിഞ്ഞ് ആർക്ക് വേണ്ടിയിട്ടാ? അല്ല, ആർക്ക് വേണ്ടിയിട്ടാന്ന്? എന്റെ കഷ്ടപ്പാട് കണ്ടാലേ ദൈവം കൂടി നിലത്തിറങ്ങി വരും. അങ്ങനെ പരമാർത്ഥത്തിൽ പപ്പുള്ള കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇരിക്കണം പപ്പ. ബുദ്ധിമുട്ടാതെ ഈ 441 എങ്ങനെ ഇൻസ്പെക്ടർ ആകും? അത് പോട്ടെ, അതിലും വലിയൊരു കുന്തം വന്ന് ചാടിയിരിക്കുന്നു. അതെന്താ? നമ്മുടെ വിജയനെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ. എന്ത്? വിജയൻ അറസ്റ്റ് ചെയ്യും? നിശ്ചയമായി. അതിനുള്ള വാറണ്ട് കൂടി ഞാൻ വാങ്ങിക്കഴിഞ്ഞു. വിജയനെ അറസ്റ്റ് ചെയ്ത് ശോഭയെ മോചിപ്പിച്ചുകൊണ്ട് വരാൻ പോവുകയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നിങ്ങൾക്ക് അറിഞ്ഞൂടാ മിസ്റ്റർ പണിക്കർ, ശോഭ അല്പം മുമ്പ് ഒരു വണ്ടിയിൽ വിജയന്റെ വീട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതേ നിന്ന് എന്റെ ഈ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. പാമോളെ. അല്ല, ഇതാ ശോഭക്കുഞ്ഞു. എന്താ കുഴപ്പമില്ല ഇങ്ങനെ വല്ലാതെ നോക്കുന്നത്? ഇതെന്റെ മകൾ തന്നെയാണ്. ശോഭ വിജയന്റെ വീട്ടിൽ നിന്ന് എപ്പോ വന്നു? വിജയന്റെ വീട്ടിലോ? ഞാൻ എന്തിനവിടെ പോകുന്നു? പിന്നെ കുഞ്ഞെന്താ ഈ പറയുന്നത്? പിന്നെ വിജയന്റെ വീട്ടിൽ വണ്ടിയിൽ ചെന്നിറങ്ങിയത് ആരാ? അല്ല ആരാ? ഓഹോ, അപ്പൊ വിജയനെ പോലെ നിങ്ങൾക്കും ഒരു കളിപ്പ് പറ്റി. എന്റെ തല കറങ്ങുന്നു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏതോ കൂടോത്ര മന്ത്രവാദം ഉണ്ടെന്ന. ഉണ്ടായിരിക്കും. ഉത്തരം. മിസ്റ്റർ പണിക്കർ, എന്നാൽ നമുക്ക് പിന്നെ കാണാം. നമസ്കാരം. 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 ഇത്രയും ദിവസം ശോഭ എവിടെ താമസിച്ചു? മായാവിയുടെ ബംഗ്ലാവിൽ. മായാവിടെ ബംഗ്ലാവിൽ? ദൈവമേ, ഈ ലോകത്തില് ലക്ഷോപലക്ഷം നല്ല ജനങ്ങള് റോഡരിയിലും നിരത്തിലും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ മായാവിയും കൊള്ളക്കാരനും കള്ളരുമല്ല ബംഗ്ലാവിൽ പോലും. കാലം പോയ പോക്കെ. 441. ഉത്തരവ്. അപ്പോൾ നിശ്ചയമായും ആ ബംഗ്ലാവ് ഏത് ഭാഗത്താണെന്ന് ശോഭയ്ക്ക് അറിയാമായിരിക്കും. അറിഞ്ഞുകൂടാ ഇൻസ്പെക്ടർ സാർ. എങ്ങോട്ട് നോക്കിയാലും കാടും മലയും തന്നെ.
വേറൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. തന്നെയല്ല അങ്ങോട്ട് പോയതും രാത്രി, തിരിച്ചു വന്നതും രാത്രി. അത്ഭുതമായിരിക്കുന്നു. വഴി നിശ്ചയമില്ല, ആളെയും തിരിച്ചറിയാൻ വയ്യ. പിന്നെ അങ്ങനെ വീട്ടിൽ വന്നെത്തി? ആ മനയുടെ അടിവാരത്തൊരു മാന്തോപ്പുണ്ടല്ലോ, അവിടെ നിന്ന് ഖാൻ സാഹിബ് അബ്ദുൾ റഹ്മാൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. ഖാൻ സാഹിബ് അബ്ദുൾ റഹീം? അതെ, ഇവിടെ അടുത്തുള്ള കോടീശ്വരൻ. അദ്ദേഹം തന്നെ. അല്ലെ കുഞ്ഞെന്തോ ഈ പറയുന്നത്? കൊള്ളക്കാരനായ മായാവി എവിടെ? കോടീശ്വരനായ സേട്ടു എവിടെ? എലി എവിടെ? മല എവിടെ? എനിക്കത് വിശ്വാസമാകുന്നില്ല. പണിക്കരദ്ദേഹം, ഇതാകപ്പാടൊരു കുഴഞ്ഞ പ്രശ്നമാണ്. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശോഭക്കുഞ്ഞ്, ഒരു കാര്യം, കഴിഞ്ഞതൊക്കെ പോകട്ടെ. കുഞ്ഞിനോട് ആ കള്ളൻ എങ്ങനെയാ പെരുമാറുന്നത്? പറഞ്ഞു, തുറന്നു പറഞ്ഞു. ഈ ഞാൻ ചെന്ന് അവന്റെ തലമണ്ട് അടിച്ചു പൊട്ടിച്ചു വരാം. വേണ്ട വേണ്ട, മായാവി എന്നോട് വളരെ മര്യാദയായിട്ടാണ് പെരുമാറിയത്. അദ്ദേഹം നല്ലവനും മാന്യനുമാണ്. കള്ളനും കൊള്ളക്കാരനും ഒക്കെ മര്യാദയായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ പൂട്ടിയിട്ടുണ്ടാ മതി. ഇതുകൊണ്ട് തന്നെ വിചാരിച്ചോണം, ഈ മായാവി 1ാം ക്ലാസ് കൊള്ളക്കാരനും കൊട്ടിമൂത്ത കള്ളനുമാണ്. അദ്ദേഹം നല്ലവനോ കെട്ടവനോ ആട്ടെ, കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയല്ലേ? അത് കറക്റ്റ്. കുഞ്ഞെ, ഈ 441 അവനെ വെറുതെ വിടുമെന്നാണ് വിചാരിച്ചത്. കുഞ്ഞു കണ്ടോ? ഇന്നില്ല നാളെ, നാളെ ഇല്ലേ മറ്റന്നാൾ, മറ്റന്നാളിൽ. പണിക്കരദ്ദേഹം, അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം. 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 ദോഷം അതു നിറയുവാൻ ഇതുപോലെ എന്തെല്ലാം വേഷം, വയറാണു നമ്മൾക്കു ദോഷം. ശംഭോ മഹാദേവ ശംഭോ, ശിവ സാംബ സദാ ശിവ ശങ്കര ശംഭോ, ശംഭോ മഹാദേവ ശംഭോ. എരിയുന്ന തീതിനുള്ളിൽ 2 ഫയർ എഞ്ചിൻ വന്നാലും ഫലമില്ല ശിവനെ, എരിയുന്ന തീതിനുള്ളിൽ. തുടികെട്ടി പാടുവതും വയറിന്, കാറ് കൊടിവെച്ചു പായുവതും വയറിന്. മുടികെട്ടി ആടുവതും വയറിന്, ഇങ്ങനെ പല മട്ടിൽ പാടുവിടും വയറിന്. എല്ലാം വയറിന്, ഒരു താൻ വയറിന്. വയറാണു നമ്മൾക്കു ദോഷം. ശംഭോ മഹാദേവ ശംഭോ, ശിവ സാംബ സദാ ശിവ ശങ്കര ശംഭോ. ഓ കൈലാസ്പതിയെ, ഓം കാളി മഹാകാളി ജയഭദ്രകാളി. എങ്ങോട്ടാണ് കയറി വരുന്നത്? ഇത് പോലീസ് സ്റ്റേഷനാണ്, സത്രമല്ല. ഭക്താ, സത്രമായാലും സ്റ്റേഷനായാലും സന്യാസിമാർക്ക് സർവവും ഏകമയം. സർവാധികാരിയും സാമ്രാജ്യാധിപതിയും നമുക്ക് സർവേശ്വരനാണ് മകനെ. ഓം മഹാദേവ ശംഭോ കൈലാസ്പതി. ഓഹോ, മഹാദേവനെ അന്വേഷിച്ചാണോ? എന്നാ നേരെ കൈലാസത്തേക്ക് നടന്നാട്ടെ. നിങ്ങൾ ആര്? എന്തിനിവിടെ വന്നു? വത്സ, ആരാണ്, ഏതാണ്, എവിടെയാണ്, എങ്ങോട്ടാണെന്ന് അല്പജ്ഞനായ മനുഷ്യന് എങ്ങനെ അറിയാൻ സാധിക്കും? മകനെ, നീ നിന്റെ ആത്മാവിനോടും ചോദിക്കൂ. നീ ആര്, ഞാനാര്, എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന്. ലോകം വെറും മിഥ്യ മകനെ, വെറും മിഥ്യ. ആട്ടെ, നിന്റെ 441 എവിടെ? ഓഹോ, ആ കഴുതയെ കാണുവാനാണോ അവിടെ നിന്നല്ലേ? അതെ മകനെ, അതെ. അയാളുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടുവാനാണ്? പോകൂ, പോയി വേറെ വല്ല വഴിയും നോക്കും. മൂഢനായ മനുഷ്യ, വഴി ഏതെന്ന് കണ്ടുപിടിക്കാനാണ് നാം ഈ വേഷം എടുത്തിരിക്കുന്നത്. അതിന് ഞാനെന്ത് വേണം? എന്തിനവനെ വിളിക്കുന്നു? അവനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കട്ട ഇവിടെ എങ്ങനെ വന്നുവോ അങ്ങനെ തന്നെ വയ്ക്കൊള്ളാം. വന്നവന്റെ ഗതിയല്ല അങ്ങനെ തന്നെ മകനെ. എന്നാൽ ഗുരുദേവ, എന്തുകൊണ്ട് അവിടെ നിന്ന് മാത്രം ഇതുവരെ തിരിച്ചെഴുന്നള്ളിയില്ല? പൊയ്ക്കൊള്ളും മകനെ, പൊയ്ക്കൊള്ളും. നിന്റെ കണ്ണുകളിൽ അധികാരത്തിമരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. നീ ഞാനുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഒരു മാലയിലെ 2 കണ്ണികൾ. ഇയാളെ പിടിച്ച് പുറത്തു കണ്ടു. ഓ മഹാദേവ ശംഭോ കൈലാസപതി. ഓ എന്തൊരു നല്ല കൈ. ആക്കിനെ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നല്ലോ. ശനിയും ചൊവ്വായും ഒരേ മണ്ഡലത്തിൽ തന്നെ നിൽക്കുന്നു. ഭക്ത, നീ അടുത്ത് തന്നെ ASP. നിന്റെ 441 ഇൻസ്പെക്ടർ. 441 ഉത്തരവ്. ഓഹോ, താനാണ്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഏമാനെ, ഈ പോലീസിന്റെ തൊപ്പി കണ്ട മഷിയിട്ട് നോക്കിയാൽ ഒരൊറ്റ പുള്ളിയും കാണാനൊക്കെയില്ല. അതിന് ഞാനൊരു ന്യൂ ഐഡിയ എടുത്തതാ. ഐഡിയ കൊള്ളാം. 441 ഉത്തരവ്. തനിക്ക് ഈ ബുദ്ധി എങ്ങനെ വന്നു? ഈ വേഷമല്ല എവിടെ നിന്ന് കിട്ടി? ഏമാനോട് ഞാൻ പറയാറില്ല എനിക്ക് 2 ഭാര്യമാരുണ്ടെന്ന്. അത് ഞാൻ ഇതെല്ലാം കരുതി വെച്ചിരിക്കുക. എപ്പോഴാ ഇതിന്റെ ആവശ്യം വരുന്നെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ താൻ വലിയ ദീർഘദർശിയാണ്. ആട്ടെ, ഈ വേഷവും കിട്ടി നടന്നിട്ട് വല്ല ഗുണവും ഉണ്ടായോ? ഞാൻ എവിടെയെങ്കിലും പോയോ? ഞാൻ ആദ്യമായിട്ട് ഏമാൻ ട്രെയിൻ നോക്കാൻ വന്നതല്ലേ.
എന്റെ ഐഡിയ എങ്ങനെ ഇരിക്കുന്നു? ഏമാനൊന്ന് കറങ്ങി. ഐഡിയക്കാരൻ എടോ DSPയുടെ കത്ത് വന്നിട്ടുണ്ട്. DSP എടുത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാൻ ഗവൺമെന്റ് ആര് പറഞ്ഞത് കറിക്കിന് കൊണ്ട്. എന്നെ പറ്റി വല്ല എഴുതിയിട്ടുണ്ടോ? എന്റെ പ്രൊമോഷനെ പറ്റി വല്ല കാര്യം എഴുതിയിട്ടുണ്ടോ? ഒന്ന് എഴുതിയിട്ടുണ്ട്. 1 മാസത്തിനകം സകല കേസുകളും ഡിസ്പോസ് ചെയ്യാത്ത പക്ഷം നമുക്ക് 2 പേർക്കും ഡിസ്മിസ് ആണെന്ന്. ഗുഡ്. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ തന്റെ 13 അനാഥപ്രേതങ്ങളോ അവരെന്ത് ചെയ്യും? 13 പേരില്ല, 12 പേരേ ഉള്ളൂ. എന്റെ അച്ഛൻ നേരത്തെ നിർത്ത് പോയി മര്യാദയ്ക്ക് ജോലി നോക്കും. ഉത്തരവ്. എനിക്ക് ഈ പാവം പിടിച്ചതിന്റെ കുടിയിൽ നിങ്ങൾ വന്നതിനും വേണ്ടി നമുക്ക് വരുത്തി സന്തോഷമുണ്ട്. പക്ഷേങ്കിൽ നമ്മളെ കൊണ്ട് നിങ്ങളെ ഹസ്ബൻഡ് അകത്തൊരു സംശയം വന്നതിലാണ് ബേജാറ്. ഏവി നമ്മളെ ഈ ദാടിനെ നോക്കി ഇൻസോട്ട് സാർ നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾക്കൂട്ട് മുയ്ത്ത പോലീസുകാർ തിരക്കി നടക്കുന്ന കള്ളന്മാരിട്ടെയും കൊള്ളക്കാരിട്ടെയും നമുക്ക് സംഘാത്തമുണ്ടാവുന്ന നിങ്ങൾക്ക് വിചാരമുണ്ടാ? പക്ഷെ ഖാൻ സാഹിബ്, മായാവി താങ്കളുടെ ആത്മസുഹൃത്തെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നോക്ക് നമ്മൾ നിസ്കാര ടൈമുള്ള മുസൽമാനാണ്. ഏതി സിയാമത്തിന്റെ അലാമത്ത് നമുക്ക് പേടിയാണ്. മായാവിയില്ല, അവന്റെ അലാപ്പായാലും ശരി, കള്ളവും കൊള്ളയും കൊണ്ട് വയറ്റിപ്പാട് നടത്തുന്നവന്റെ പേര് കൂടി കേൾക്കണം നമുക്ക് ഹറാമാണ്. പരിഭവിക്കരുത് ഖാൻ സാഹിബ്. അതിനല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലെ കൊണ്ട് നമ്മൾ എന്താണിപ്പോ ചെയ്യേണ്ടത്? ആട്ടെ ഖാൻ സാഹിബ്, അന്ന് ശോഭയെ കാട്ടിൽ നിന്നും വീട്ടിൽ കൊണ്ടുപോയി വിട്ടത് താങ്കളല്ലേ? ഏതാ ഇംഗ്ലീഷിന്റെ മനാണ് നിങ്ങട്ട് പറഞ്ഞത്? എന്നോട് ശോഭ തന്നെയാണ് പറഞ്ഞത്. ശോഭ പറഞ്ഞു. ശോഭ പറഞ്ഞ ആട്ടെ, ശോഭ സത്യം പറഞ്ഞതാണോ അതോ താങ്കളുടെ പേരിൽ ഒരു ആരോപണം മാത്രമാണ്? നേരാണ്. പടച്ചും കാക്കട്ടെ, നമ്മളൊരു ചങ്ങാതിന്റെ മണം നമ്മളെ വീട്ടിൽ കൊണ്ടിരുന്നു വിട്ട് അതിനെന്താണ് നമ്മളെ തൂക്കിലിടുക എന്നല്ല. ആ സംഭവത്തിൽ നിന്നും മനസ്സിലാകുന്നത് താങ്കളും മായാവിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്നാണ്. ഉണ്ട്. നമ്മളെ ഇഷ്ടമാണ് മായാവി. നമ്മൾ വിലയുള്ള ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്താണപ്പാ വേണ്ടിയത്? ഒന്നും വേണ്ട. അതിനെ അയാളെ നിയമത്തിന് വിധേയനാക്കി തന്നെ. ഇൻസ്പെക്ടർ സാഹിബ്, നമ്മൾ നിലവുള്ള ഇസ്ലാമാണ്. നമ്മൾ മയ്യത്തായാലും ശരി നമ്മുടെ ചങ്ങാതിനെ തടിക്കില്ല. നിങ്ങളുടെ ചങ്ങാതി 7 കൊല, 21 കൊള്ള, 56 മോഷണം, ഇത്രയും നടത്തിയവനാണ് നിങ്ങളുടെ ചങ്ങാതി. നിങ്ങൾ പറയുന്നത് പുളിയാണപ്പാ. നമ്മുടെ ഇഷ്ടം വെറുതെ വഹിക്കുകയാണ്. ഇത് മുഴുവനും നമ്മുടെ ഇഷ്ടം മായാവി ചെയ്താണെന്ന് എന്താണപ്പാ തെളിവ്? തെളിവില്ലല്ലോ ഖാൻ സാഹിബ്. അതുകൊണ്ടല്ലേ താങ്കളുടെ നമ്മുടെ അടുത്ത് നമ്മൾ എന്താണപ്പാ ചെയ്യേണ്ടത്? റബ്ബാണ് നേര്. നമ്മുടെ ഇഷ്ടം കള്ളപ്പുള്ളിയാണെങ്കിൽ നമ്മുടെ ഈ കൈ കൊണ്ട് അവന്റെ സംഘടിട്ട് പിടിവെക്കും. ഏനി അവന്റെ മയ്യത്ത് നിങ്ങളുടെ മുന്നിട്ട് തീരും നമ്മള്. ഖാൻ സാഹിബ് വിശ്വസിക്കണം, നിയമത്തിന് മായാവിയോട് യാതൊരു വിരോധവുമില്ല. കുറ്റക്കാരെ ശിക്ഷിക്കണം, നിരപരാധികളെ രക്ഷിക്കണം. ന്യായം നടക്കണമെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആഗ്രഹം. അത് ശരി. അപ്പൊ കൈയൊടുക്കി നമ്മുടെ ഇഷ്ടം മായാവി കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന കാര്യം നമ്മളെ നിയമത്തിന്റെ പുറിയിൽ നിന്ന് രക്ഷിക്കുന്ന ചുമതല നിങ്ങളേറ്റാ തിരികെ. അപ്പൊ നമ്മൾ ഞാൻ വയനാട് വരെ പോവേ. വയനാട് വരെ പെട്ടെന്ന് തന്നെ മടങ്ങി വരുമല്ലോ. ഇതെന്തൊരു ചോദ്യമാണെത്താ. 4 തീയതിക്കകം നമ്മൾ വേണ്ടുന്ന വരെയും കൊണ്ട് തിരിച്ചു വരും. വളരെ നന്ദി, ഞാൻ കാത്തിരിക്കും. നമുക്ക് വേണ്ടി അല്ലാട്ട് ഏകനേറ്റാ. തീർച്ചയായും. അപ്പോൾ ഞങ്ങൾ പാടില്ല ഇൻസ്പെക്ടർ സാർ. ഇന്നത്തെ സന്തോഷത്തിനും വേണ്ടി നമുക്ക് ആപ്പ് ചായ കുടിച്ചു പിരിയണം. മജീദ്, ഈ അടാമി എവിടെ പോയി കിടക്കണപ്പാ? നമസ്കാരം. ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിനെന്താ, ഞാൻ ഇങ്ങോട്ട് വന്നാലും മതിയല്ലോ. പിന്നെ കുറച്ചു നാളായിട്ട് ഇവിടെയൊക്കെ കണ്ടില്ല. എവിടെ ആയിരുന്നു? ഒന്ന് മദ്രാസ് വരും. വിചാരിച്ച ഞാൻ അങ്ങോട്ട് വാങ്ങിയ കടം ഇതുവരെ വീട്ടാൻ സാധിച്ചില്ലല്ലോ. അതിന്റെ കാര്യത്തിന് ഒരു സ്നേഹിതരെ കാണാൻ പോയെന്ന് മാത്രം. രാമു, ഞാനിപ്പോ കാപ്പി കുടിച്ചേ. അതൊന്നും സാരമില്ല. പിന്നെ പണത്തിന്റെ കാര്യത്തിൽ അങ്ങ് ബന്ധപ്പെടണമെങ്കിൽ എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. സാവധാനം മതി. അത് അങ്ങയുടെ തന്നെ. എന്റെ ഭാരം ഞാനൊന്നും കൊടുക്കണ്ടേ. പിന്നെ നാളെ നന്ദക്കൂട്ടിലേക്ക് വരാമെന്ന്. ആ ബാധ്യത അപ്പോഴേ തീർത്തുകളെ. നാളെ വേണമെങ്കിൽ വരാം. എന്നാൽ ഇപ്പോൾ യാത്ര പറയുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. കാപ്പി കുടിച്ചിട്ട് പോകും. ചിറ്റപ്പന്റെ ആരോഗ്യം വളരെ മോശമാണ്. രാധയും ഗീതയും ചിറ്റമ്മ കൂട്ടിക്കൊണ്ടുപോയി ശോഭയുടെ വിശേഷം അറിഞ്ഞു.
ഒരാഴ്ചയായി എന്റെ അച്ഛനെ കാണുന്നില്ല. എന്ത്? അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ മായാവിയോട് പറയണം. സാരമില്ല, ഞാൻ ഉടനെ പോയി അവന് വിവരം അറിയിക്കും. വിജയ, എത്ര കാലം കൂടിയാണ് അങ്ങിങ്ങനെ സ്നേഹപൂർവ്വം എന്നോട് പെരുമാറുന്നത്? സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിക്കുമോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകും. ഞാനും പ്രേമത്തിന്റെ മഹാസ്മര ശക്തി അതാണ്. നിന്റെ ഈ നിഷ്കളങ്ക പ്രേമം എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റിക്കഴിഞ്ഞു. നീ എന്താണ് ആലോചിക്കുന്നത്? വിശേഷിച്ചൊന്നുമില്ല. ശോഭയുടെ അച്ഛനെ കാണുന്നില്ല. അവരെല്ലാം വളരെ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരെ ഒന്ന് സഹായിക്കാൻ സാധിക്കില്ലേ? സഹായിക്കാം, തീർച്ചയായും. എനിക്കിതിന് സാധ്യതയുമുണ്ട്. പക്ഷെ ഞാൻ അവരെ എന്തിനു സഹായിക്കണം? അപ്പോൾ നിങ്ങൾ ശോഭയോട് പ്രതികാരം വിട്ടാൻ പോവുകയാണ്? ഞാൻ അത്രയ്ക്ക് അധപ്പതിച്ചിട്ടില്ല. പാവങ്ങൾ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്. അവരെ നിങ്ങൾ സഹായിച്ചേ തീരൂ, എനിക്ക് വേണ്ടിയെങ്കിലും. നീ പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ നിവൃത്തിയുണ്ട്. പക്ഷെ ഈ നല്ല ബുദ്ധി അവർ കൂടി തോന്നണ്ടേ? അതല്ലേ ബന്ധപ്പാട്. ഈ എഴുത്ത് ഇൻസ്പെക്ടറിനെ ഏൽപ്പിച്ചതാണ് ശോഭയ്ക്ക് കൊടുക്കാൻ. പക്ഷെ വല്ലവരുടെയും കാര്യത്തിൽ ഞാൻ എന്തിനു നിലയിടുന്നു എന്ന് കരുതി മൗനം രക്ഷിക്കുകയാണ്. ദൈവത്തെ കുറിച്ച് ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ ഇതാ വന്നേക്കാം. വേഗം വരണം. ആരത്? ജാനകി, ഈ നേരത്തോ? എന്താ വിജയൻ പിന്നെയും വല്ല? അല്ലല്ല, അതൊന്നുമല്ല. ശോഭെ, എന്റെ അച്ഛൻ ആപത്തിലാണ്. ഈ എഴുത്തും നോക്കൂ. അച്ഛനോ? ശോഭെ, എന്റെ ജീവൻ അപകടത്തിലാണ്. ഈ എഴുത്ത് കണ്ടാൽ ഉടനെ ഇവിടെ എത്തണം. വരുമ്പോൾ തമ്പിയുടെ പ്രോനോട്ട് കൂടി കൊണ്ടുവരണം. നിന്റെ അലമാരിയിൽ കാണും. ഇൻസ്പെക്ടറും ഇവിടെ ഉണ്ട്. ഒട്ടും അമാന്തിക്കരുത് എന്ന് നിന്റെ അച്ഛൻ. ജാനകി, പറയൂ, എന്റെ അച്ഛൻ എവിടെയാണ്? പരിഭ്രമിക്കണ്ട. അച്ഛന്റെ അടുത്ത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് ഉള്ളതോ? ഒന്ന് നിൽക്കണേ. ശോഭെ, അമ്മായിയോട് ചോദിക്കണോ? പോയി ചോദിച്ചിട്ട് വരൂ. വേണ്ട വേണ്ട, അമ്മായി ഇത് കേട്ടാൽ അമ്പരന്ന് പോകും. വരും, നമുക്ക് പോവാം. വരൂ ശോഭ. ജാനകി, നീ മുകളിൽ പോയി അലമാരിയിൽ ഇരിക്കുന്ന കടലാസ് കെട്ടെടുത്തുകൊണ്ട് വാ. ഇരിക്കൂ ശോഭ. എന്റെ അച്ഛൻ എവിടെ? അച്ഛൻ വരും, നീ ഇരിക്കൂ. എന്റെ അച്ഛനെന്തോ ആപത്ത് പറ്റിയെന്ന് കേട്ടല്ലോ. കേട്ടത് ശരിയാണ്. നീ വിചാരിച്ചാൽ അച്ഛന്റെ മാത്രമല്ല എന്റെയും ആപത്ത് മാറ്റാം. നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നത്? എന്റെ അച്ഛൻ എവിടെ? ശോഭേ, നീ ഒരു മടയാണ്. എന്ത്? അല്ല, നീയും ഞാനും മാത്രം ഇരിക്കുന്ന അച്ഛനെ അലേക്കത് വരും. നിങ്ങൾ എന്തിനാണ് ഭാവിക്കുന്നത്? അയ്യോ പാവം, മനസ്സിലായില്ലേ? പ്രേമനിർഭരമായ രണ്ട് ഹൃദയങ്ങൾ വേദന കൊണ്ട് പിടയുകയാണ് എന്റെ കൊച്ചു സുന്ദരി. സൂക്ഷിച്ച് സംസാരിക്കാം. നിങ്ങൾ ഇതിനാണോ എന്നെ ഇവിടെ വരുത്തിയത്? ഇതൊരു പുതുമയല്ലല്ലോ, വളരെ പഴയ. ദാഹിക്കുന്ന എന്റെ ഹൃദയം ഇതുവരെ കാത്തിരുന്നു. ഉണർന്ന് എന്റെ കണ്ണുകൾ ഉറക്കമറ്റ് നോക്കിയിരുന്നു. പക്ഷേ നിലാവ് പോലെ മിന്നിത്തിളങ്ങിയ നീ എന്നെ കണ്ടൊരു മിന്നൽ പോലെ മാഞ്ഞു കളഞ്ഞു. ഞാനൊരു ഭ്രാന്തനെ പോലെ പുറകെ പോയി. നീ ഒരു മരീചിക പോലെ അകന്നു മാറി. അതെല്ലാം ഇതോടെ അവസാനിച്ചു. ഈ ചൂട പൂഞ്ചോലയായി മാറി. ശോഭേ, നിന്നെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഈ കൈകൾ. വിജയൻ, എന്റെ നിസ്സഹായതയിൽ നിന്ന് മുതലെടുക്കാനാണ് നിങ്ങൾ മുതിരുന്നതെങ്കിൽ കരുതിക്കോ, ഇത് നിന്റെ അവസാനത്തെ രാത്രിയാണ്. അതിനൊരു രാത്രി എന്തിന്? ഈ പ്രേമപ്രാന്തൻ ഒറ്റ നിമിഷം മതിതുണ്ടോ? കാമഭ്രാന്ത് പിടിച്ച് തന്റെ കണ്ണിനോ കാഴ്ച നശിച്ചു. ഇത്ര നീചമായി സംസാരിക്കാൻ തന്റെ നാശനം നാണമില്ലാതായി. ഉന്മത്തമായ പ്രേമം നാണിക്കാരല്ലോ. ഇന്നത്തെ രാത്രി ഒരു ശക്തിക്കും നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ സാധ്യമല്ല. വിജയൻ, എന്താണിത്? എന്ത് അക്രമമാണിത്? അത് ചോദിക്കാൻ നീ ആര്? ഞാൻ ആരാണെന്നോ? നിങ്ങളുടെ ഭാര്യ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ മഹാഭാവത്തിന് അനുവദിക്കില്ല. ജാനകി, ഇത് മഹാഭാവമാണെങ്കിൽ ആ പാപം ചെയ്യാൻ ജീവിക്കാൻ ഈ കഴിവില്ല. കഴിവില്ലെങ്കിൽ താൻ മരിക്കും. എന്നാലും ജാനകി, നീ ഇവിടെ നിന്ന് പോ. ഇല്ല, പോകയില്ല. ഈ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. നിനക്ക് സാധ്യത ഉണ്ടാക്കാൻ ഞാൻ നിർബന്ധനായി തീരും. ഞാൻ വീണ്ടും പറയുന്നു, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ. ഇല്ലെങ്കിൽ എന്താണ് അനുഭവം അറിയാമോ? എന്നെ കൊല്ലുമായി. ഇല്ല, ഞാൻ ഇവിടുന്ന് പോകയില്ല. എന്നെ നീ ഒരു കൊലപാതകയാക്കി മാറ്റരുത്. പോ ഇവിടുന്ന്.
കൊല്ലെന്നെ. തന്റെ കൈ കൊണ്ട് തന്നെ വേണം എന്റെ കഴുത്ത് നേരിട്ട് കൊല്ലേണ്ടത്. ദുഷ്ടം. ഓ, അതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ആ കഥയിൽ കൂടി ഇന്ന് അവസാനിക്കും. വിടവളെ, വിടവളെ. എന്താണിത്? പിന്നെ ദുഷ്ടം. പിന്നെ വിടവളെ. മഹാപാവി. ആ പ്രതിബന്ധം അങ്ങനെ അവസാനിച്ചു. വരൂ ശോഭേ, നമുക്ക് പോകാം. വിടന്നെ, വിടൂ. വിജയ, ദുഷ്ടം. വിടന്നെ, വിട. ആരടാ നീ? അശരണരെ രക്ഷിക്കാൻ ആകാശത്തു നിന്ന് അടർന്നു വീണ അവതാരമൊന്നുമല്ല, വെറും ഒരു സാധാരണ മനുഷ്യൻ. അറിയുമായിരിക്കും. മായാവി. മായാവി, നിന്നെ തന്നെയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. പാരായണം. ഇതിന് സമാധാനം പിന്നീട് ഇവനോട് ചോദിച്ചു വേണം. ശോഭ വരൂ. ചിറ്റപ്പന് തീരെ സുഖമില്ലാതിരിക്കുക. അയ്യോ, എനിക്കിനിയും താമസിക്കാൻ തരവില്ല. നീ പോ. Thank you.
അങ്ങനെ അങ്ങനെ തീർന്നു ആ മായാവിയുടെ കഥ. ഈ വിക്രമ തീർത്തു. എന്റെ മോനെ എനിക്കൊന്ന് കാണണം. മോനെ നീ വന്നു. എന്തായിട്ടാ? ഈ കാണുന്നതൊന്നും നമ്മുടെതല്ല മോനെ, കൊള്ളക്കാരിൽ നിന്നും വീണ്ടെടുത്തതാണ്. ഈ സ്വത്ത് ഇതിന്റെ അവകാശികൾക്ക് നീ തിരിച്ചു കൊടുക്കണമെങ്കിൽ എനിക്കൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. നിന്നെയും ശോഭയും പരിശോധന കഴിഞ്ഞ നമ്മൾ കൊണ്ടുവന്നെല്ലാം ശരിയായിട്ടുണ്ട്. ഈ ആഭരണങ്ങൾ മാത്രമല്ല, എല്ലാ തൊണ്ടികളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നേരാ. എനിക്ക് നന്ദി പറയുവാൻ വാക്കുകളില്ല. ഞമ്മക്കിട്ട് എന്തിനാണ് അപ്പൊ നന്ദി പറയണത്? ആവട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസം വന്ന നമ്മുടെ ഇഷ്ടം മായാവി ഒരു കള്ളനല്ല, ഒരു ബസ് മര്യാദയുള്ളവനാണെന്ന്. തീർച്ചയായും അങ്ങനെ കള്ളന്മാരെ പിടികിട്ടി. പക്ഷേ കൊലക്കേസ് ബാക്കി കിടക്കും. ഇൻസ്പെക്ടർ സാർ, നിങ്ങൾ തന്നെ നല്ലവണ്ണം ഒന്ന് ആലോചിച്ചു. ഈ മോഷണം തന്നെ അറാവാണെന്ന് വിശ്വാസമുള്ളവര് ഒറ്റ മനുഷ്യനെ കൊല്ലുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാ. ഈ ഇവരെയൊക്കെ ഉടനെ അറസ്റ്റ് ചെയ്താലോ? അടേ, ഇത്ര നിരീക്ഷണം എന്താണപ്പ? മുന്നം നിങ്ങൾ സോവയ്ക്ക് കൊടുത്ത വാക്കുകാർ നമ്മുടെ പണിക്കരംഗത്തിനെ പോയി തേടി പിടിക്കേ. ശോഭ, ഒരിക്കൽ മായാവി എന്റെ പിടിയിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. പക്ഷെ ഇനി അതിന് അവസരം കൊടുക്കില്ല. നാളെ അസ്തമനത്തിന് മുമ്പ് എന്നെ വിവാഹം ചെയ്യാമെന്ന് സമ്മതിക്കാത്ത പക്ഷം ആ പ്രതിഷേധത്തിന് മറുപടിയായി നിന്റെ അച്ഛന്റെ ശവശരീരം നിനക്ക് അയച്ചിരുന്നായിരിക്കും. ഇന്ന് നിന്റെ ആരാധന വിജയൻ. ഈ ശൈത്താന്റെ മോൻ വിജയൻ അറാംപ്രപ്പ മുന്നം പാവം പിടിച്ച ആ ജാനകിനെ തട്ടി ഇപ്പൊ നമ്മൾ പണിക്കരംഗത്തിനെ പിടിച്ചിരിക്കുക. ഖാൻ സാഹേബ്, ജാനകിയെ കൊന്നത് വിജയനാണെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? നമ്മൾ പറയുന്നത് വിശ്വാസമല്ലേ? സോവന്റെ അടുത്ത് നിന്ന് നേരിട്ട് ചോദി. ശോഭയോട് ചോദിക്കാൻ? അതെന്ന് ചോദിരേ സാഹേബ്, ഈ കടം കഥ കേട്ട് കേട്ട് ഞാൻ മടുത്തെന്നും പറഞ്ഞ് ഇവിടെ കയറി കുത്തിയിരുന്ന പണിക്കരംഗത്തെ കുടിയിൽ തിരിച്ചു വരില്ലേട്ടാ. അതും എനിക്കറിയാം. അറിയാവാ? എന്നാ പുറപ്പെട്, നമുക്ക് മുന്നേ കുറച്ച് ആസ്തയാക്കാം. എന്നിട്ട് കാര്യമെല്ലാം ശരിയാക്കും. വരി മജീദേ, അങ്ങനെ ഒരു വിശേഷം പറഞ്ഞു. എന്താ? തമ്പിയങ്കുന്നന്റെ ബംഗ്ലാവ് പോലീസ് പറഞ്ഞിരിക്കുന്നു. എപ്പോൾ? കഷ്ടിച്ച് അരമണിക്കൂറായിട്ടുണ്ടാവും. തന്നെയല്ല, ആ മായാവിയെയും പോലീസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിവ്. വളരെ നല്ലത്. നീ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു? 4 ആളുകൾ കൂടുന്നിടത്ത് ഇപ്പോൾ ഇത് തന്നെയാണ് മുന്നേ വർത്തമാനം. ശരി, അങ്ങനെ നടക്കട്ടെ. അതിനൊക്കെ നമ്മുടെ പണി നമുക്ക് പൂർത്തിയാക്കാം. വാ വിക്രമ. പോലീസുകാരെല്ലാം മാറ്റി നിർത്തി നമ്മൾ മാത്രം എന്ത് ചെയ്യാനാണ്? നമ്മളെല്ലാം കൈപോലെ ചെയ്തിട്ടുണ്ടപ്പാ. എന്താണ് നമ്മുടെ കൂട്ടത്തിൽ വരും? പകയന്മാരറിഞ്ഞ കാര്യം എല്ലാ കുന്തത്തിലാവും. നമ്മുടെ ജോലി ഉടനെ തീർത്തു വെക്കണം. അവരിവിടെ എത്തിപ്പോയാൽ കാര്യമെല്ലാം കുഴപ്പത്തിലാക്കി. എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല. മിസ്റ്റർ വിജയൻ, ഞാൻ എന്തെല്ലാം പറഞ്ഞു, അയാൾ ചൊട്ടയ്ക്ക് വിടുന്നില്ല. പണിക്കർക്ക് താങ്കളുടെ പേര് കേൾക്കുന്നതേ കളിയാ. അങ്ങ് തന്നെ നേരിട്ടൊന്ന് പറഞ്ഞു നോക്കിയാൽ. ഞാൻ അയാളുടെ പോയി യാചിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. നടപ്പില്ല. നിങ്ങൾ തന്നെ എന്നോട് ശ്രമിച്ചു നോക്ക്.
സമ്മതിക്കുന്നില്ലെങ്കിൽ ബാക്കി എനിക്കറിയാം. ശരി. പഠിക്കരുത്. ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി എന്തിനാണ് ഇത്രയധികം ദുഃഖിക്കുന്നത്? വിജയനും ശോഭയും നല്ല ചേർച്ചയാണ്. അതുകൊണ്ട് എങ്ങനെങ്കിലും ഈ വിവാഹത്തിന് അനുകൂലിക്കുന്നതാണ് ബുദ്ധി. എന്റെ കുടുംബത്തിന്റെ അന്തർസ്വാഭിജാത്യം ഞാൻ ബലികഴിക്കണമെന്നോ? ഇല്ല, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. ആ എംപോറ്റിക്ക് എന്റെ മകളെ ഞാൻ കൊടുക്കുകയില്ല. അദ്ദേഹത്തിന്റെ കാര്യം പോകട്ടെ. അങ്ങയുടെ ആത്മസുഹൃത്തല്ലേ എന്റെ വാക്കുകൾ എന്റെ കൺമുൻപിൽ വെച്ച് അല്ല, അങ്ങയുടെ കൺമുൻപിൽ വെച്ച് ശോഭയെ ഉപദ്രവിക്കുന്നു കാണുവാൻ എനിക്കും പ്രയാസമാണ്. എന്ത്? ശോഭ ഉപദ്രവിക്കുകയോ? ആ, അങ്ങ് ധരിച്ചത് ശരിയാണ്. വിജയനങ്ങന്ന് 5 മിനിറ്റ് സമയം തന്നിരിക്കുന്നു. നിങ്ങൾ ഇതിന് അനുവദിച്ചാൽ ശോഭയ്ക്ക് പട്ടുപെട്ടാം, ഇല്ലെങ്കിൽ വെറും പട്ടട. എന്നെ കൊന്നുകൊള്ളൂ. രാക്ഷസന്മാരെ എന്റെ മകളെ ചുട്ടുകളയും. എന്നാലും എന്റെ തീരുമാനത്തിൽ ഇളക്കമില്ല. അങ്ങനെ ഈ വിവരം കിട്ടവനോടെല്ലാം തർക്കിക്കുന്നത് വെറുതെയാണെന്നേ. ആ ശോഭയെ ഇതാ ഒരു ഞൊടിക്കുള്ളിൽ ഞാൻ പിടിച്ചുകൊണ്ടുവന്ന് ഇയാളുടെ മുമ്പിലിട്ട് വെട്ടി നുറുക്കി കാണിച്ചു കൊടുത്തേക്കാം. സമാധാനപ്പെടുന്ന വിക്രമ, അദ്ദേഹം ഒന്നുകൂടി ആലോചിക്കട്ടെ. എന്താ മിസ്റ്റർ തമ്പി? ലാൻഡ് ലോർഡ് പ്ലസ് ബാങ്കർ പണിക്കർ അദ്ദേഹത്തിന് മരുമകനെ അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ? ഈശ്വരനെങ്കിലും ഭയപ്പെടും. നീ ഒരുത്തൻ മുഖാന്തരം ഒന്നാന്തരം ഒരു തറവാടിന് കൂടി ചീത്തപ്പേര് വരുത്തി വെച്ചല്ലോടാ രോഷി. മരിച്ചുപോയ നിന്റെ കാരണവന്മാരുടെ ആത്മാക്കൾ നിന്നെ നോക്കി ശപിക്കുന്നുണ്ടാകും. നരകത്തിൽ പോലും നിനക്ക് ഇടം കിട്ടുകയില്ല മഹാഭാവി. അങ്ങനെ എന്താണ് നോക്കി നിൽക്കുന്നത്? അനുവദിക്കൂ. ഈ മുതുക്കന്റെ നാക്ക് ഞാൻ ചവിട്ടി പിന്തുടച്ചേക്കാം. താങ്കൾ ഇതുവരെ ഇതിനകത്തായിരുന്നു. അരേ ഇൻസ്പെക്ടർ സായോ, ആ എവിലീസിന്റെ മക്കളെ നമ്മൾ ഇതിന്റെ അകത്ത് അടച്ച് കാലിന്റെ മുട്ടുമുടക്കി ബോക്സിലിട്ട് ഇടിച്ച് നമ്മളെ പഞ്ചാക്കി കളഞ്ഞു. വിളിച്ചു.
രോഗന്മാരെ മുഖമൊക്കെ ഒന്ന് നോക്ക്. ഇതാ നിൽക്കുന്നുമില്ല. ഇത് നമ്മുടെ തമ്പിങ്ങത്തെ ഇല്ല. സലാം തമ്പിങ്ങത്തെ, സലാം സലാം. ശരിയാറപ്പ ചെന്നായിന്റെ മുതലിരിക്കുന്നത് എല്ലാം ആട്ടിൻ തോലിട്ട ചെന്നാറ്റിലാണ്. കൊണ്ടുപോയി 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 കൊണ്ടുപോയി. പടച്ചോനെ ഞമ്മള് പറഞ്ഞില്ല പണിക്കരത്തിയോടെ അന്വേഷിച്ച പണിക്കർ ഈ വീട്ടിന് മാർക്കറ്റ് കളഞ്ഞ സാധിക്കുന്ന ഇതിന്റെ അപരിചിതനായ ഒരാൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ സഹായം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പതിയും കഷ്ടത്തിലാകുമായിരുന്നു. പക്ഷെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അയാൾ എങ്ങനെ മറഞ്ഞു വിക്രമൻ അയാളെ മായാവി മായാവി എന്ന് വിളിക്കുന്നത്. അത് ചുമ്മാ അത് വിക്രമിക്ക് വെച്ചാണ്. അല്ലാണ്ട് കണ്ടാടത്തെങ്ങനെ കയറി ഇറങ്ങാനെ കൊണ്ടിട്ട് മായാവിന് പേപ്പർ ചെയ്യാൻ അടിച്ചിട്ടുണ്ട്. ഏതായാലും അയാളെ പിന്നെ കണ്ടിട്ടില്ല. പണിക്കിരംഗത്തിന്റെ നില കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ കിടന്നൊരു പരവേശം. ഏത് ഇൻസ്പെക്ടർ അദ്ദേഹം എന്റെ മകളെ പറ്റി വല്ലവരും അറിയാം. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നതെങ്കിൽ എന്റെ ശവശരീരം മാത്രമേ കാണുമായിരുന്നുള്ളൂ. ശോഭ ഇപ്പോൾ ഇവിടെയാണ്. നമ്മുടെ ഈ കൊക്കിന്റെ അകത്ത് ആവിയുള്ളപ്പോ സോവേനെ തൊടാനെ കൊണ്ട് സങ്കടപ്പുള്ളപ്പോ ഈ ദുര്യാവിന്റെ അകത്തുണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. അതെ നിങ്ങളുടെ മോളുണ്ടല്ലോ കുടിയിൽ തന്നെ ഉണ്ടപ്പാ. ആപത്തൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പാപ്പാനെ തന്നെ നോക്കിയിരിക്കുന്നു. പണിക്കർ സാഹിബ് പറഞ്ഞു ശരിയാണ്. ശോഭ വീട്ടിൽ തന്നെയുണ്ട്. ഭഗവാനെ എല്ലാം അങ്ങയുടെ എല്ലാം പടച്ചോന്റെ കൃപയാണ്, പടച്ചോന്റെ കൃപയാണ്. വരൂ സാഹിബ്. ആ വാഹാ വരി വരി. അല്ല വിജയനോ നമസ്കാരം നമസ്കാരം നമസ്കാരം. അല്ല അമ്പെത്തിയോ? ഇതെന്ത് പറ്റി? ഇതെന്താണ്? താരെ എങ്ങനെ വിലങ്ങ് വെച്ചത്? നിങ്ങൾ കടന്നുവിടടാ. ഇവരെ ഈ നാട്ടിലെ മാന്യന്മാരാണ്. അടുക്കല ഏമാനെ ഈ മാന്യന്മാരെ ഇങ്ങനെ ഉത്തരവ് തനിക്കറിയാമോ? ഇവരെല്ലാം അതിഭയങ്കരന്മാരാണ്. പട്ടിൽ പൊതിഞ്ഞ തീക്കൊള്ളികളാണ്. ഏമാനം പറഞ്ഞതാ കറക്റ്റ്. എന്താ നോക്കി നിൽക്കുന്നത്? അടയ്ക്ക് എല്ലാത്തിനും ലാക്കപ്പിൽ പാട്ട് വേണം. ഉത്തരവ് എഫ്ഐആർ അവിടെ. വിജയനെങ്ങനെ ഇവിടെ ഇരുന്നാൽ തമ്പ്യത്തെ ഇങ്ങോട്ട് നീങ്ങുന്ന തമ്പ്യത്തെ ആ കടുക്കന് മോതിരൊക്കെ അങ്ങ് ഊരിയാട്ട്. ഉത്തരവ് ഇല്ല സാർ. അറിയാം. ഏമാന്റെ ഒരു പേര്. എന്റെ പേര് രാജമാന്യ രാജശ്രീ റാവു ബഹദൂർ നന്തങ്കാട്ടിൽ അനന്ത വൈകുണ്ഠൻ തമ്പി അനന്ത ശ്രീകണ്ഠൻ തമ്പി. ഇയാളെ ലാക്കപ്പിൽ അടച്ചേക്ക്. ഉത്തരവ് വന്നാട്ടെ. തമ്പി അദ്ദേഹത്തിന് പതക്കാൻ ഒരു പുതിയ കമ്പിളി കൊടുത്തു. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. വാട്ട് ഡു സാർ. ഉത്തരവ് താൻ ഈ സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാണ്. ഉത്തരവ് ഞാൻ ഇതാ വന്നു കഴിഞ്ഞു. ഉത്തരവ് ഖാൻ സാഹിബ്, മിസ്റ്റർ പണിക്കർ നിങ്ങളെ ഒരു വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. ആ മായാവിയെ കൂടി താങ്കൾ കൂട്ടിക്കൊണ്ടുവരണമെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നാട്ടിന്റെ അടുത്ത് കണ്ടാരും ഉണ്ടാടിയെന്ന് പൈസ എടുക്കുന്നവനെ പിടിച്ചിട്ടുണ്ട്. ചോരം കറിയും കൊടുത്താൽ അവനക്ക് വയറ് വെക്കും. സത്യം പറഞ്ഞാൽ എനിക്കും അയാളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. നോക്കിട്ടാ ഈ ദുനിയാവിന്റെ പോക്ക്. ഏത് ഇന്നലെ വരെ നിങ്ങൾക്ക് കള്ളനായിരുന്നവനെ പിടിച്ച് ഇന്ന് നിങ്ങൾ വിരുന്ന് കൊടുക്കാനെ കൊണ്ടിട്ട് പോയാണ്. അത് ശരി ഇൻസ്പെക്ടർ സാഹിബ്, ഞമ്മ പറഞ്ഞെടുത്ത് നിങ്ങൾ പോണേട്ടാ. നിങ്ങൾക്ക് തരാനെ കൊണ്ടിട്ട് കുറെ ആഭരണവും ആളന്മാരെയും ചേർത്ത് മായാവ് കുത്തിരിക്കുകയാണ് നിങ്ങളെയും കാത്ത്. കണ്ടാ ഞെട്ടിപ്പോട്ടാ. സമ്മതിക്കണ്ട. നിങ്ങൾ പോയില്ലേ നിങ്ങൾക്ക് പോയപ്പോ തീർച്ചയാണോ? പ്രബലം കയറി. വളരെ സന്തോഷം. ഞാൻ ഇതാ പോയി കഴിഞ്ഞു.
നിങ്ങൾ? അതെ, ഞാൻ തന്നെ. ഈ അസമയത്ത് എന്തിനാണ് ഇവിടെ വന്നത്? നിന്നെ ഒന്ന് കാണാൻ. എന്നെ കാണുന്നതിന് ഇതാണോ സമയം? ഹൃദയം നഷ്ടപ്പെട്ടവൻ സമയം അറിയുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു മാന്യനാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ആ ധാരണ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. തനിയായിരിക്കുന്ന ഒരു പെണ്ണിന്റെ മുറിയിൽ അർദ്ധരാത്രിയിൽ ഇങ്ങനെ കയറി വരുന്നത് എവിടത്തെ മാന്യതയാണ്? നിന്നെ അക്രമികളിൽ നിന്ന് രക്ഷിച്ചതും ഇതുപോലൊരു അർദ്ധരാത്രിയായിരുന്നു. രക്ഷിച്ചു എന്ന് കരുതി നന്ദിയോ ഇല്ല. വീട്ടിലല്ലേ വന്നത്, അപ്പൊ മര്യാദയെങ്കിലും വേണ്ടേ? മര്യാദയ്ക്ക് വന്നാൽ മര്യാദയ്ക്ക് സ്വീകരിക്കുകയും ചെയ്യും. ഓ, ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ നിനക്ക് യോജിച്ച രൂപത്തിൽ വരണം എന്നല്ലേ? പക്ഷേ നീ ഒരു മടയാണ്. എന്ത്? നീ തന്നെ പറ. പകലാണെങ്കിൽ എനിക്കിവിടെ വരാനൊക്കും. ഒക്കുമില്ലെങ്കിൽ വേണ്ട, വല്ലവരും ക്ഷണിച്ചോ ഇങ്ങോട്ട്. പൂക്കൾ വിടരുമ്പോൾ വണ്ടിന് വല്ലവരും ക്ഷണിച്ചിട്ട് വേണം. നിങ്ങളുടെ സംസാരം അതിര് കവിയുന്നു. ഹൃദയം ഒന്നായി കഴിഞ്ഞാൽ പിന്നെ സംസാരമേ ആവശ്യമില്ല. ദൈവത്തെ ഓർത്ത് ഒന്ന് ഇവിടെ നിന്ന് പോകാമോ? ഇല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് വിളിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തും. വേണ്ട വേണ്ട വേണ്ട, എന്തിനിപ്പോഴും എല്ലാവരും ക്ഷണിച്ചു വരുത്തുന്നു? മുഹൂർത്തത്തിന് ഞാൻ തന്നെ വിളിച്ചേക്കാമല്ലോ, അതിന് ക്ഷണിക്കണ്ട. നിങ്ങൾ എന്നെ ധർമ്മസങ്കടത്തിലാക്കുകയാണ്. അത് വാസ്തവം. അല്ലെങ്കിലും ഈ പെണ്ണൊരു വർഗമേ വേദനയില്ലാത്തവരെ അച്ഛന്റെ വിശേഷങ്ങൾ അറിയാൻ വാസ്തവത്തിൽ ഞാൻ വന്നതായിരുന്നു. അതിൽ സർക്കാർ എങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞു. ഏതായാലും ഞാൻ പോയേക്കാം. ഇനി നിങ്ങളുടെ കാര്യത്തിൽ നമ്മളില്ലേ? നിൽക്കണം, അങ്ങനെ പോകരുത്. പിന്നെ എങ്ങനെ പോകണം? തെറ്റിദ്ധരിക്കരുത്, ആലോചിച്ച് നോക്കണം. ഈ അസമയത്ത് ഞാനിങ്ങനെ നിങ്ങളുമായി സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എന്തു പറയും? അത് വാസ്തവമാണ്. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. കള്ളം അല്ല, സത്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുമല്ലോ? നിശ്ചയമായി, ആത്മാർത്ഥമായി. എന്നാൽ ഈ നിമിഷം നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. ഓഹോ, ഓ, ഞാനിതാ പോയി കഴിഞ്ഞു. നാളെ വിരുന്നിന് വരില്ലേ? വരും, പക്ഷേ എന്നെ നിന്റെ കണ്ണിൽ പെടുകയില്ല. ഉത്തരം. ഞാൻ ആ പുള്ളികളുടെ മൊഴിയെല്ലാം വാങ്ങിച്ചു. ഇല്ലേ മാന്നെ, ഞാൻ ഇപ്പോഴാ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അവരെ ഇതുവരെ കാണാനും ഒത്തില്ല. ശരി, അവരെല്ലാം പരിശോധിക്കും. ഉത്തരം. തൊണ്ടിനെ, ഈ രണ്ടുപേരെ ഇങ്ങോട്ടേക്ക്. ഏമാന്നെ, ഈ പോലീസിലെ ഉദ്യോഗം പോലെ ഇത്ര നരകം വേറൊന്നുമില്ല. മനുഷ്യനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകാം. നമുക്കാണെങ്കിലോ ആ ജയിൽ പുള്ളിയുടെയും കൊലപ്പാതയുടെയും ഒക്കെ മുമ്പില്. നേരെ ഇല്ലടാ, നേരെ ഇല്ലേ? തോളം തോർത്തടേ, തോർത്തടേ. അങ്ങനെ. ഏയ്, എന്റെ പേരെന്തോ? ഗോപാലൻ. 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 നിന്റെ അച്ഛന്റെ പേര്? ഗോവിന്ദൻ. ഏമാനെ, ഏമാനെ, നമ്മുടെ റിക്കാർഡിൽ ഈ ഗോപാലൻ ചത്തതാ. അവൻ ദേ ഇപ്പം ജീവിച്ചിരിക്കുന്നു. നിന്റെ പേര്? മത്തായി. മത്തായി? ഓഹോ, നീ തൊണ്ടിൽ അവതരിപ്പിച്ച മകനല്ലേ? എടാ, നീ ചത്തുപോയെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ പെമ്പിളെ വേറൊരുത്തം കിട്ടില്ലോടാ. ഏമാനെ, വെറുതെ സമയം കളയാതെ അനുസരിച്ച് എല്ലാവരുടെയും മൊഴി വാങ്ങി. ഉത്തരം. 25. എല്ലാരും ഇങ്ങോട്ടേക്ക്. അടുത്തില്ലടാ. വേറെ നീങ്ങിക്കടാ. അവസരം പപ്പു, ശങ്കരൻ, ഗോവിന്ദൻ. നമ്മുടെ റിക്കാർഡിൽ യുവമാരെല്ലാം ചത്തതാ. യുവമാരെങ്ങനെ ജീവിച്ചു? നമുക്ക് കറഞ്ഞുപോയ സാധനവും കിട്ടി, ചത്തവനെല്ലാം ജീവിക്കുകയും ചെയ്തു. ഏമാനെ, ഇനി ഒരു സിംഗിൾ കേസ് പോലും നമുക്കിവിടെ ബാക്കിയില്ല. ഞാൻ പറയാറില്ല ഏമാനെ, നമ്മുടെ ആ മായാവി ആള് മോശമല്ല, ദൈവത്തിന്റെ അവതാരമാണ്. ഉത്തരവ്. താൻ മനുഷ്യനാണോ അതോ മനുഷ്യൻ? മനുഷ്യൻ. താൻ പറയുന്നത് കേട്ടാൽ തോന്നും ഈ കേസുകളെല്ലാം താനാണ് പിടിച്ചതെന്ന്. ഉത്തരവ്. ഏമാനം പിടിച്ചാലെന്താ, ഞാൻ പിടിച്ചാലെന്താ, കാര്യം എല്ലാം ശരിയായേ. എന്തായാലും നമുക്ക് പ്രൊമോഷനുള്ള കാര്യം തീർച്ച തന്നെ. ഞാൻ ഇൻസ്പെക്ടർ, ഏമാൻ സാധ്യം. അങ്ങയുടെ പ്രവൃത്തികൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ അശക്തനാണ്. എങ്കിലും എന്റെ എളിയ സേവനം എന്തെങ്കിലും വേണ്ടി വന്നാൽ അത് ആവശ്യപ്പെടാൻ അങ്ങ് മടിക്കരുത്. ചെയ്യാനെ കൊണ്ട് ഹൃദയമുണ്ട്. അത് ചെയ്ത കബറടക്കം വരേക്കും നമ്മളത് മറക്കില്ലേട്ടാ. പക്ഷേങ്കിൽ ഇൻസ്പെക്ടർ സാഹിബ്,
നമ്മുടെ ഇഷ്ടന്റെ പുറത്ത് വന്നിട്ടുള്ള ആ ദുഷിച്ച പേരുണ്ടല്ല ഏത് അത് മാറിയിട്ടേ നമ്മളത് പറയുന്നുള്ളൂ. എന്ത് ദുഷിച്ച പേര്? അങ്ങയുടെയും മായാവിയുടെയും വിലയേറിയ സഹായം കൊണ്ടാണ് ഞങ്ങളുടെ ഈ കഷ്ടത തീർന്നത്. പക്ഷേ ഇൻസ്പെക്ടർ, നിങ്ങൾ കിതാബിന്റെ അകത്ത് ഇന്നും അയാളൊരു നോട്ടപ്പുള്ളിയാണല്ല. ഒരിക്കലുമില്ല സാഹിബ്. ക്രിമിനൽ പുള്ളികളുടെ ലിസ്റ്റിൽ നിന്ന് മായാവിയുടെ പേരെ നീക്കിക്കളഞ്ഞു. ഉള്ളതാ? അതിന് മേലാവിൽ നിന്ന് ഞങ്ങൾക്ക് എഴുതി വന്നിട്ടുണ്ട്. പടച്ചവും കാത്തുകാരിയല്ല. ഖാൻ സാഹിബ്, ഇന്ന് മായാവി ഒരു സ്വതന്ത്ര പൗരനാണ്. അദ്ദേഹത്തിന് എപ്പോൾ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇന്നത്തെ വിരുന്നിന് അദ്ദേഹത്തെ കൂടി കൊണ്ടുവരാന്ന്. ഇൻസ്പെക്ടർ, വേറൊരു ഗുലുമാലാണല്ലോ വന്ന് ചാടിയിരിക്കുന്നത്. ഗുലുമാൽ? ഗുലുമാല്. എന്ത് ഗുലുമാൽ? നിയമത്തിന്റെ ചങ്ങലേന്റെ അകത്തുനിന്ന് പുറത്തു വന്നപ്പോ ആ നല്ല മനുഷ്യൻ പോയി ശോഭന്റെ കൽപ്പിന്റെ അകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. എന്താ? മായാവി ശോഭയെ പ്രേമിക്കുന്നുണ്ട്? അതാണ് നേര്. ആ പൊണ്ണിനെ മായാവിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കും. നമ്മുടെ ആവി പോകും വരേക്കും നിങ്ങൾക്കും വേണ്ടി നിസ്കരിക്കാം. അവരെല്ലാം മായാവിക്ക് കടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ഇങ്ങനൊരു വിവാഹാലോചന ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ മാത്രമേ കടപെടുള്ളൂ. മുന്നം പറഞ്ഞ് എന്തുപദേശിയാനെ കൊണ്ട് നിങ്ങൾ തയ്യാറാണ്. ഇപ്പൊ അതേ ആൾ കിടന്ന് വളയുന്നു. നിങ്ങളെയും വിശ്വസിച്ച് നമ്മ ഇഷ്ടന് വാക്ക് കൊടുത്തല്ല ഇൻസ്പെക്ടർ സാഹിബ്. ഞാൻ തികച്ചും നിസ്സഹായനാണ് ഖാൻ സാഹിബ്. ശരി, എന്താണപ്പാ ഒരു വഴി? സാരമല്ല, നമ്മളെ വിരുന്നും കഴിഞ്ഞ് അവർക്ക് നേരിട്ടൊന്ന് കേട്ടുകളെ. എന്താ വരി വരി വിരുന്ന് ചോറായിട്ടുണ്ട്. ഇനി ഞമ്മക്കൊന്ന് പാടണം. ഓഹോ, ഖാൻ സാഹിബ് നിങ്ങൾ പാടും? ദേടകണ് മനസ്സനായ തീനും കൂടി മാത്രം മതിയെന്ന നമുക്ക് ശോഭനെ കൊണ്ടൊന്ന് പാടിക്കാവുന്ന. എന്ത് പഠിക്കണം കിട്ടി? അതിനെന്താ മോളെ, സാഹിബ് പറഞ്ഞ നമുക്ക് ഉപേക്ഷിക്കാൻ പാടില്ല. ഒന്ന് പാടും. കണ്ട നമ്മുടെ ആസ ഉമ്മണി കടന്നു പോയെന്നാ വിളിയുടെ അർത്ഥം. ഒരു ഹിന്ദി പാട്ട് മതിയെന്നേ. വിരുന്നുകാരെ മുഷ്ടിച്ചൂടാ. എഴുന്നേക്കും മോളെ. ഞാൻ എന്ത് പാടാനാണ് അമ്മായി? നീ സാധാരണ എന്തോന്ന് പി കെ എന്നൊരു പാട്ട് പാടുമല്ലോ, അത് മതി. कभी खामोश रहते हैं, कभी हम आह भरते हैं, किसी के वास्ते क्या क्या सितम इस दिल पे करते हैं, जो वो नजरों में नजरें डाल कर खुद हमसे ये पूछे तो दिल पे हाथ रख कर हम भी कह दें क्या तुम पे मरते हैं। वाह वाह वाह, सुभानअल्लाह। पी के दर्द को तरस रही अखियाँ, पी के दर्द को तरस रही अखियाँ, तरस रही अखियाँ, बरस रही अखियाँ, तरस रही अखियाँ, बरस रही अखियाँ, पी के दर्द को तरस रही अखियाँ। न समझा है न समझेगा ज़माना दास्तां मेरी खामोशियाँ ही आजकल है राज़दां मेरी। कोई कदमों में उनके जाके रख आए मेरे दिल को कि उनके सामने खुलती नहीं जालिम ज़बां मेरी। पी के दर्द को तरस रही अखियाँ, पी के दर्द को तरस रही अखियाँ, तरस रही अखियाँ, बरस रही अखियाँ, तरस रही अखियाँ, बरस रही अखियाँ, पी के दर्द को तरस रही अखियाँ। किसी कहा कि
നബി, എന്ത് പഞ്ചാരയെന്ന് മധുരം. മായാവി വരാതെ പോയത് കഷ്ടമായിട്ടാ. നല്ല എസിന് കേട്ടാ പഹ ഉയിര് കളയും ഉയിര്. മായാവി വരാതിരുന്നതിൽ ഞങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. എന്തെന്ത് സഹായങ്ങളാണ് അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്? ശരിയാണ് ചേട്ടൻ പറയുന്നത്. മായാവി ചെയ്തിട്ടുള്ള സഹായങ്ങൾ വിലമതിക്കാൻ വയ്യാത്തതാണ്. ആയുഷ്കാലം നമ്മൾ അദ്ദേഹത്തിന് കടപ്പെട്ടു കഴിഞ്ഞു. ചുമ്മാ വാക്കാതെ പറഞ്ഞാലെ കൊണ്ട് കരുത്തില്ല. നിങ്ങളുടെ നന്ദി പ്രവൃത്തിയിൽ കാണുക. എന്താണ് കാൽസാഹി, അതിൽ സംശയിക്കാനുണ്ട്. അവസരം കിട്ടിയാൽ മായാവിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ സന്നദ്ധരാണ്. പരീക്ഷിച്ചു. അപ്പൊ ശരി, എന്നാ മായാവിന്റെ ഒരു ചെറിയ ആശ നിങ്ങൾ സാധീര്. ശോഭേനെ അവനക്ക് കെട്ടിക്കൊടു. എന്താണ് സേട്ടു, ശോഭയെ മായാവിക്ക് വിവാഹം ചെയ്തു കൊടുക്കാനും? അതിനെ കൊണ്ടെന്താണെന്ന് തകരാറ്. ശോഭാക്ക് ഇത്രയും ഒത്തൊരു പുതുമാപ്പിളനെ ഷൂട്ടിംഗ് കത്തിച്ച് നോക്കിയാലെ കൊണ്ടും കിട്ടൂല. അവനിക്ക് എന്തൊരു ദുഃഖാണ്. ഇവരിട്ട കൊച്ചിങ്ങിയും പിന്നെ അവരിട്ട കൊച്ചിങ്ങിയും അവരിട്ട കൊച്ചിങ്ങിയും നിന്നാലെ കൊണ്ടും തീരൂല. ഏത് പണവിക്കാലത്ത് കഴുതയുടെ കയ്യിലും കാണും. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു കൊള്ളക്കാരനെ പിടിച്ചു കൊടുക്കണമെന്നാണോ സേട്ടു പറയുന്നത്? നമ്മളെന്തോടെ പറക്കാട്ട, നമ്മുടെ ഇഷ്ടം ഒരു കള്ളനും തെമ്മാടിവാണെന്ന് പറഞ്ഞാലെ കൊണ്ട് ഞമ്മക്കത് വേച്ചു വേണം. ക്ഷമിക്കണം കാൽസാഹി, കോപിച്ചിട്ട് കാര്യമില്ല. അങ്ങയുടെ സ്നേഹിതരെ പറ്റി ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞുകൂടും. അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. ഇതെന്റെ മകളുടെ ജീവിത പ്രശ്നമാണ്. വേണ്ടതുപോലെ ആലോചിക്കാതെ പെട്ടെന്ന് സമ്മതിച്ചാൽ മതി. ഇൻസ്പെക്ടർ, ഞാൻ പറയുന്നത് പരമാർത്ഥമല്ല. അത് നേരാണിട്ടാ. നമ്മുടെ ഇഷ്ടം ഒരു ബമ്പിച്ച തറവാട്ടിന്റെ അകത്ത് പറഞ്ഞവരാണെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഏതി എത്ര വലിയ തറവാട്ടുകാരനായാലും നാട്ടുകാരുടെ മുൻപിൽ അയാൾ ഒരു കവർച്ചക്കാരനാണ്. മായാവിനെ കള്ളാന്ന് പിടിക്കുന്നത് ന്യായത്തിന്റെ കൈത്തേൽ കത്തിവെക്കണതാ. നിങ്ങൾ തന്നെ പറയും. കട്ട മുതല് കൊള്ളക്കാരിട്ടേന്ന് പിടിച്ചെടുത്ത് പോലീസിന്റെ ഇട്ട കൊടുത്തവനാണ് കള്ളൻ. തൊലച്ചു കളയാനെ കൊണ്ടുപോയ മനുഷ്യരെ അതിൽ നിന്ന് രക്ഷിച്ചു വെച്ചവരാണ് മോശക്കാരൻ. നമ്മുടെ ഇഷ്ടം ഈ ചുണക്കുട്ടിയാണ്, ചുണക്കുട്ടി. ഇൻസ്പെക്ടർ സാർ, നിങ്ങൾ എന്താണ് അപ്പം ഉണ്ടാത്തെ? മിസ്റ്റർ പണിക്കർ, ഖാൻ സാഹിബ് പറയുന്നത് ശരിയാണ്. മായാവി യഥാർത്ഥത്തിൽ ധീരനും സത്യസന്ധനുമായ ഒരു യുവാവാണ്. അദ്ദേഹത്തെ കള്ളരെന്ന് വിളിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ആട്ടെ ഖാൻ സാഹിബ്, മായാവിയുടെ ജീവചരിത്രം പറയാമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിരുന്നല്ലോ, അതിപ്പോഴാകട്ടെ. നമ്മൾ പറഞ്ഞല്ലപ്പ, മായാവി നമ്മുടെ ഉറ്റ സംഗാതിയാണെന്ന്. 20 കൊല്ലത്തിന് മുന്നം ഇവിടെ കുണ്ടാപ്പരമോ എന്നൊരു മുഴുത്ത ഷട്ടമ്പി ഉണ്ടായിരുന്നു. ഏത് അയാള് ശങ്കരപ്പണിക്കരെന്നൊരാളെ തട്ടിക്കളഞ്ഞ കഥ ഓർമ്മയുണ്ടാ? ഉണ്ട്. എന്റെ അനുജത്തെ വിവാഹം ചെയ്തത് ആ ശങ്കരപ്പണിക്കരുടെ ഇളയ ഞാൻ ശ്രീധരപ്പണിക്കരാണ്. സമ്മതിച്ച? അപ്പൊ നിങ്ങൾക്ക് തന്നെ പൊടിയുണ്ടല്ല. ആ ശ്രീധരപ്പണിക്കര് ഇക്കാനെ കൊന്നവനിട്ട പ്രതീകാരത്തിനും വേണ്ടി കുറെ ആളന്മാരെയും ചേർത്ത് കാട്ടിന്റെ അകത്ത് പോയി. അതെ, ശ്രീധരപ്പണിക്കര് പോയതിനു ശേഷമാണ് പാർവതിയും കാണാതായത്. ശരി, ശ്രീധരപ്പണിക്കര് ഇക്കാനെ കൊന്നവനിട്ട പകരം വീട്ടിയിട്ടാ കുണ്ടാപരവനെ കാച്ചിക്കളഞ്ഞു. പക്ഷേക്ക് പോലീസുകാരന്മാരെ പേടിച്ച് നാട്ടി മടങ്ങാനെ കൊണ്ട് കഴിഞ്ഞില്ല. കാട്ടിലൊരു ഗുഹേന്റെ അകത്ത് കഴിഞ്ഞു. മായാവി എന്ന് പറയണത് ആ ശ്രീധരപ്പണിക്കരാണ്. ഏത് നിങ്ങൾ മായാവി എന്ന് വിചാരിക്കണ നമ്മുടെ ഇഷ്ടന്റെ നേരക്കുള്ള പേര് കുമാരൻ എന്നാണ്. അതേന്ന് കുമാരൻ. അയാൾ ഈ നാട്ടുമ്പുറത്തേനുള്ളതാണപ്പാ. ഈ നാട്ടുകാരനോ? നമ്മുടെ ഈ നാട്ടുകാരനോ? ഷഹീദന്മാരാണ് പേര്. ആ സംഭവവും അന്ന് കടുത്ത് നടന്നു. പള്ളിക്കൂടത്തിൽ പോണ കുറെ പിള്ളാര് ഒരു സിംഹത്തിന് മുറിവേറ്റ് കിടക്കണമെന്നും പറഞ്ഞ് കാണാനെ കൊണ്ട് കാട്ടിന്റെ അകത്ത് പോയി. അവിടെ ചെന്നപ്പോ എന്റെ പുഹില് സിംഹം പിള്ളാരുടെ മുന്നിക്കിട്ടൊരു ചാട്ടം. പിള്ളേരെടുത്ത ആ ഓട്ടം നിലം തൊട്ടിട്ടില്ലേട്ടാ. പക്ഷേങ്കി അവരുടെ കൂട്ടത്തിൽ വന്ന ആ കുമാരൻ അവിടെ തന്നെ ഉറച്ചു നിന്ന് കടകങ്ങനെ. അല്ലേ, അപ്പയാണ് മായാവി എന്ന് പറയുന്ന ശീതളപ്പണിക്കര് വന്ന് അവനെ രക്ഷിച്ച് ഗുഹേന്റെ അകത്ത് കൊണ്ടുപോയത്. തെരിഞ്ഞ എന്നിട്ട് ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു ചേട്ടു? എന്ത് സംഭവിക്കാനാണെന്ന് കുമാരൻ തന്റെ ചേട്ടത്തിന്റെ മോനാണെന്ന് തിരിഞ്ഞപ്പം അവനെപ്പോഴും നിർത്തി വളർത്തി. അവൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് നമ്മുടെ കുമാരൻ തന്നെയാണ് ചേട്ടാ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു ശാന്ത. ഒരു തമ്മാടിനെക്കാരും മോനെ മരുമോനെ എന്നൊക്കെ പിടിക്കുന്നത് മോശമാണിട്ടാ. വളരെ വളരെ മോശം. ക്ഷമിക്കണം ചേട്ടു, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. കുമാരൻ എന്റെ മോനാണ്. 15 കൊല്ലമായി അവനെ പിരിഞ്ഞിട്ട്. അന്നു മുതൽ തിന്നുന്നതാണ് ഈ വേദന. ദയവ് ചെയ്ത് അവനെ ഒന്ന് കാണിച്ചു തരും. നമ്മുടെ കുമാരൻ. ബേജാറാവണ്ടട്ടാ, നമ്മൾ അയാളെ കൊണ്ടുവരാം. പിന്നെ എന്തൊരു സമയം കളയുന്നു? അവനോട് പറയൂ, അവന്റെ അമ്മയും അമ്മാവനും അവനെ ഒന്ന് കാണാൻ കുതിച്ച് കാത്തിരിക്കുന്നുവെന്ന്. കഴിയുന്നും വേഗം അവനെ കൂട്ടിക്കൊണ്ടുവരും സാഹേബ്. അതും നമ്മൾ പറയാം. പക്ഷേങ്കി ആ നിക്കാഹിന്റെ കാര്യം മുന്നിട്ടങ്ങ് തീരുമാനീരേ. അത് പണ്ടേ തീരുമാനിച്ചിട്ടുള്ളതാണ് സേട്ടു. ശോഭ കുമാരന്റേതാണ്. അങ്ങേ ഈശ്വരൻ രക്ഷിക്കും. അങ്ങേക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എന്തൊരു ഭാരമാണ് അങ്ങിറക്കി വെച്ചിട്ടുള്ളതെന്ന്. വിശ്വസിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ഇഷ്ടന്റെ നസീവ. ഇത് കേട്ടാ പഹേന് വരുത്ത് സന്തോഷാവും. നാളേക്ക് നമ്മൾ അയാളെ കൊണ്ടുവരാം. മിസ്റ്റർ പണിക്കർ, ഇന്നൊരു സുദിനമാണ്.
നിങ്ങൾക്ക് മരുമകനെയും സഹോദരിക്ക് മകനെയും ശോഭയ്ക്ക് ജീവിത സഖാവിനെയും തിരിച്ചു കിട്ടി. നിങ്ങൾക്ക് കച്ച മുതലും മയ്യത്തായ വൻപേരെയും തിരിച്ചു കിട്ടി. ഏത് എല്ലാം താങ്കളുടെ കാരുണ്യം. അള്ളാന്റെ കാര്യം എന്ന് പറയാം. അപ്പൊ നമ്മളെന്ത് ചെയ്ത്? അപ്പൊ നമ്മളിപ്പോ ഇറങ്ങിയ ശരി. നമസ്കാരം. നമസ്കാരം. ശരി. ആരാണത്? എന്റെ മുഖത്ത് നോക്കി നീ തന്നെ തീരുമാനിക്കും. ഞാൻ മറന്നുപോയി ഞാൻ ആരാണ്. ഓ, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? വന്നതല്ല, വരുത്തിയതാണ്. ഈ നേരത്ത് നിങ്ങൾ ഇവിടെ വരുത്തിയത് ആരാണ്? നിലാവ് തോൽക്കുന്ന ഒരു പുഞ്ചിരി, കിനാവ് കാണുന്ന ഒരു ഹൃദയം, കവിത ചൊല്ലുന്ന രണ്ട് കണ്ണുകൾ. എന്നെ വിളിച്ചു വരുത്തിയത് അവരാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? മലയാളം ആണോ? അതെ. എന്നാൽ പറയണം, വേണ്ടെന്നാര് വിലക്കി? ഈ ഭാഷയിൽ മധുരിക്കുന്നൊരു വാക്കുണ്ട്, പ്രേമം. കേട്ട് കാണും. ആർക്കും അത് ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. ഉള്ളിൽ അത് ഉദിച്ചാൽ മതി, കണ്ണിൽ തെളിഞ്ഞത്. ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ മുഖം ഒന്ന് തിരിച്ചാൽ ഉടൻ മനസ്സിലായിക്കോണം അവൾക്കും തുടങ്ങി ഈ പ്രേമം. മനസ്സിലായി. ഞാനീ പറഞ്ഞതെല്ലാം ശരിയാണോ അല്ലയോ എന്ന് ആലോചിച്ച് നോക്കായിരുന്നല്ലേ? എന്ത് ശരിയാണോ അല്ലയോ? അതായത് എന്റെ അടുത്ത് നിൽക്കുന്നത്, എന്നെ തൊടുന്നത്, പിന്നെ നോണ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. നിന്റെ ഹൃദയത്തിന് ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഈ കൊടുങ്കാറ്റിൽപ്പെട്ടാൽ പിന്നെ അധികമൊന്നും നോക്കാറില്ല. ആ ഗതി അനുസരിച്ച് അങ്ങ് തിരിക്കുന്നു. പരമാർത്ഥം പറയാതെ ശോ, ഞാനും ആ ഒഴുക്കിൽപ്പെട്ട് കുറേയേറെ മുമ്പോട്ട് പോയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നും നിങ്ങൾക്ക് നിശ്ചയമില്ല. ശോഭേ, ശോഭേ, ശോഭേ. എന്താ അമ്മായി? എന്താ നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അകത്തൊരു ശബ്ദം കേട്ടല്ലോ. നീ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നത്? ശബ്ദമോ? ഇല്ലമ്മായി, അത് ഞാൻ ഒരു സ്വപ്നം കണ്ടതായിരുന്നു. ആഹാ, സ്വപ്നത്തിൽ വർത്തമാനം പറയുകയായിരുന്നു. കേട്ടോ അമ്മായി, സ്വപ്നത്തില് ഒരു ഭയങ്കരൻ എന്നെ പൊക്കിയെടുത്തങ്ങ് മേലോട്ട് കൊണ്ടുപോയി. ഞാൻ പേടിച്ച് വിറച്ചുപോയി അമ്മായി. എന്റെ മോളെ ഇനി ഒരു ഭയങ്കരനും കൊണ്ടുപോയില്ല. നാളെ നിന്റെ രക്ഷിതാവ് ഇവിടെ വരും. എന്റെ രക്ഷിതാവ്? അതെ, എന്റെ രക്ഷിതാവ് എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്താ? ആരാണവൻ? സർവേശ്വരൻ, ഇക്കാണായ സർവ്വതനും അദ്ദേഹമല്ലേ രക്ഷിതാവ്? ഓഹോ, അതാണോ? ശരി, നേരെ ഒരുപാടായി. നീ പോയി കിടക്ക. കണ്ണിൽ ഉറക്കം വന്ന് തോന്നുന്നു. അമ്മായിയോട് പച്ചക്കള്ളം തട്ടിവിടുന്ന കൊച്ചു കള്ളി, ഞാനെല്ലാം മനസ്സിലാക്കി. നാണിക്കാതെ പോയി കിടന്ന് സുഖമായി ഉറങ്ങുക, നമുക്ക് ഇനിയും കാണാം എന്ന് നിന്റെ കൊള്ളക്കാരൻ. ആനന്ദകണിയേ വാനിൻ മണിയേ ആടുവതെന്തേ പാടുവതെന്തേ ആനന്ദകണിയേ വാനിൻ മണിയേ ആടുവതെന്തേ പാടുവതെന്തേ മാനസ നീതനിയേ മാനസ നീതനിയേ ആനന്ദകണിയേ വാനിൻ മണിയേ ആടുവതെന്തേ പാടുവതെന്തേ മാനസ നീതനിയേ മാനസ നീതനിയേ ജീവിതാശാവനിയിൽ നിന്നെ
मधुविलास में मानस तेन कनिये मानस तेन कनिये आनंद कणिये वानिन मणिये आडुव चिंते पाडुव चिंते मानस नीतनिये मानस नीतनिये गगन वीथिल चिलविल्लादे गगन वीथिल चिलविल्लादे अलयुवदೆಂದಿನಾಯ್ ತುಣಯಿಲ್ಲದೆ ಓರುನಿ ಪಾರಿದಿಲ್ ಓರುನಿ ಪಾರಿದಿಲ್ ഇണയായി തുണയായി ഒരു മനമായെ ചേരുക നാമേ മാറാതെ ഇണയായി തുണയായി ഒരു മനമായെ ചേരുക നാമേ മാറാതെ പാടുവാൻ മധുര വീണ മീട്ടി പാടുവാൻ മധുര വീണ മീട്ടി ഹൃദയ നായകനെ വാ ഹൃദയ നായകനെ വാ മലർമാസഹാസമേ മധുവിലാസമേ മാനസ തേൻ കനിയേ മാനസ തേൻ കനിയേ ആനന്ദ കണിയേ വാനിൻ മണിയേ ആടുവതെന്തെ പാടുവതെന്തെ മാനസ നീതനിയേ മാനസ നീതനിയേ വരണം വരണം ഖാൻ സാഹിബ് എന്തായത് കണ്ണിൽ പളകളാന്ന് പറ്റിയേനെ നമ്മുടെ ഇഷ്ടമായ വീണ് ചുമ്മാ കിട്ടാ നിങ്ങൾക്ക് നോട്ടമുണ്ടല്ലേ ശങ്ക് പിളക്കണതാണ് പിളക്കണത് ഏത് ഞങ്ങൾ താഴെ പോകാം പോഹാ ഈ മുസീബത്ത് പിടിച്ചു പിടിച്ച് നമ്മുടെ കൊണ്ടാ കണ്ടേട്ടാ വെള്ളം ഉണ്ടാ വർക്കത്തുള്ള കൈ കൊണ്ട് വീട്ടിയാ ആ സർവത്താണ് സർവത്ത് കുറച്ച് പൊണ്ണോളെ തരാം പൊണ്ണ് പടച്ചോനെ ഇത് മനസ്സേനാ മിന്നല നേരത്തെ കുട്ടിയ ഉടനെ നമ്മുടെ വെല്ലുവിളിയിൽ നിന്നൊരു വെരിതരിപ്പ് ദേ അടക്കം മുഖത്ത് തേക്കുമെന്നല്ല ദേ നമ്മുടെ നോക്ക് അതേ നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള വരുത്താണ് വളരെ വളരെ നന്ദി ഇനി നമ്മൾ ചെയ്യും കേട്ടാ ഏത് വേണ്ട വേണ്ട ഇതുകൊണ്ട് തന്നെ മതിയായി പേടിക്കണ്ട കേട്ടാ ഏ നമ്മുടെ താടി കൊണ്ട് പേടിക്കണ്ട നമ്മൾ എങ്കിലും നോക്ക് ബദിരീങ്ങളാണ് നേര് ഈ അദ്രീകിന്റെ നില വളരെ കുഴഞ്ഞു കിടക്കാണ് കുഴഞ്ഞ് ഇന്ന് നിങ്ങളെ വല്ല പ്രേതവും ബാധിച്ചിട്ടുണ്ടോ ഇങ്ങനെ പിച്ചും പേയും പറയാൻ പിച്ച പേയ ഇത് പിച്ചും പേയുമല്ലപ്പ ശോഭേ നീ നിന്നിട്ട് തന്നെ ശോചിര് ഈ ഖൽബയില് മുഴുവനും നമ്മൾ തന്നെ കുത്തിരിക്കുന്നു നമ്മള് ഏതേ നിങ്ങളുടെ തലച്ചോറിനെന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് ഖാൻ സാഹിബ് ഇന്ന് വരെ നിങ്ങളെ ഒരു മാന്യനായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പോൾ മനസ്സിലായി ഈ താടിക്കകത്ത് ഒരു ചേട്ടാന്റെ മുഖമാണെന്ന് ഇതെന്തപ്പാ മാപ്പിളിട്ട് വൈകിട്ട് പോവേണം നില്ലേ കുറച്ചുകൂടെ ബൗദ്ധമായി സംസാരിക്കണം ആ പിന്നെ തുടരു തന്നെ തുടരുത് ഓക്കെ വിടോ തന്നെ കുമാർ നിങ്ങൾ സമ്മതിച്ചോ അങ്ങനെ ഞാൻ നിന്നെയും ഒന്ന് പറ്റിച്ചു എന്നെ മാത്രമോ ഈ ലോകത്തെ മുഴുവനും പറ്റിച്ചല്ലോ അത് ശരി അടുത്തത് എന്താണ് എന്താണ് അല്ല കുമാർ മായാവി ഖാൻ സാഹിബ് എല്ലാം അവിടുത്തെ അവതാരങ്ങൾ എന്നല്ലോ ഇനി എന്താണ് ഇനി ഒന്നും ഇവിടെ എന്താണ് അതെന്താണെന്ന് നിന്റെ ഹൃദയത്തോട് ചോദിച്ചു കൽബിലുള്ളത് നിന്നിട്ട് പറയാൻ ഞമ്മക്ക് കഴിയില്ല ശോഭ അയ്യോ ഇതെന്താ ചേട്ടു ഭഗവാനെ ഇയാൾ നശിച്ചു പോണേ ആണെങ്കിയോടെ തനിക്ക് തന്റെ മകളായാലുള്ള പ്രായമല്ലേ ഉള്ളൂ ഇവൾക്ക് എന്നിട്ട് ഇത് തോന്നിയല്ലോ താനൊരു മര്യാദക്കാരനാണെന്നില്ലേ ഞാൻ ധരിച്ചിരുന്നത് ഭഗവാനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം കെടുത്തിക്കളഞ്ഞല്ലോ തന്നെ താടി കുഴിച്ചു പോട്ടടോ ഈശ്വരൻ തന്നോട് ചോദിച്ചോളൂ ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് പോയി വന്നേ ചേട്ടാ അയ്യോ ചേട്ടാ 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 അയ്യോ ചേട്ടാ
ചെയ്തിരിക്കുന്നതെന്ന്. എന്താണ് കാര്യം? നീ എന്തിനാണ് ഈ ബഹളം ഞാൻ കൂട്ടുന്നത്? എങ്ങനെ ബഹളം കൂട്ടാതിരിക്കും? നമ്മുടെ മാനം മുഴുവൻ നശിച്ചു ചേട്ടാ. സേട്ടോ നമ്മളെ നശിപ്പിച്ചു. കാര്യം എന്താണെന്ന് പറയൂ. ഞാൻ എങ്ങനെ പറയും? ചേട്ടൻ നേരിട്ടൊന്ന് കണ്ടാട്ടെ. അതാ സോഫ കാണിച്ചതിന്റെ കൂടെ അച്ഛാ. അച്ഛൻ നാണമില്ലാത്തവൻ. ഇനി തന്നെ അച്ഛ എന്ന് വിളിക്കാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? അമ്മയില്ലാത്തൊരു കുറവ് കൂടി നീ അനുഭവിക്കരുതെന്ന് വിചാരിച്ച് ലാളിച്ചോമനിച്ച് നിന്നെ ഞാൻ വളർത്തിയത് എന്റെ മുഖത്ത് കരിവാരി കഴിക്കാനാണല്ലേ? അച്ഛാ. എന്റെ മുമ്പിൽ നിന്ന് ഇത്ര കൊച്ചുവെക്കാനും വേണ്ടി ഇവിടെ എന്താണ് ഇപ്പൊ കുഴപ്പം നേരിട്ട്? നിങ്ങളുടെ മോള് ഞമ്മട്ടോ മുന്നിൽ ഓഹ്യം കാണിച്ചു, കണ്ണുകൊണ്ട് അത്തടച്ചു. നമ്മൾ മനുഷ്യനാണ്, അങ്ങ് സമ്മതിച്ചു. നിർത്ത്, അധികം പ്രസംഗിക്കേണ്ട. താനൊരു തറവാട്ടുകാരനാണെന്ന് വിചാരിച്ച് എന്റെ കുടുംബത്തെ പ്രവേശനം അനുവദിച്ചു. ഇത്ര നീചനാണ്, വഞ്ചകനാണ് താനെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നീ ഇറങ്ങി പുറത്തു, അല്ലെങ്കിൽ പണിക്കർ. ഇൻസ്പെക്ടർ ഇതാ നോക്കൂ, ഈ തോടിക്കാരൻ പിശാചിന്റെ കുടുംബത്തിന്റെ സൽപ്പേര് നശിപ്പിച്ചു. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല, ഈ കാക്കുപിടിപ്പുകാരന്മാരെ വിശ്വസിപ്പിക്കണം എങ്ങനെയാണെന്ന് ഞമ്മക്ക് ഒരു പിടിയില്ലട്ടാ. അരേ ഇൻസ്പെക്ടർ ഷാ, നിങ്ങൾ തന്നെ പറയും. ഞമ്മള് പണിക്കരംഗത്തിന് പെരുത്ത് വരുത്തി സഹായിച്ചിട്ടുണ്ട്. ശരി, അതിന് അവര് ഞമ്മക്ക് എന്ത് ചെയ്യുന്നു? ഒന്നും തന്നില്ല. പക്ഷേങ്കിൽ ഈ പെണ്ണിന്റെ ഹെൽത്തിന്റെ അടുത്ത് ഒരു ഇരക്കം തോന്നി അവള് തന്നെ ഞമ്മക്ക് ജമ്മാനായിട്ട് വന്ന് ഞമ്മൾ എന്ത് ചെയ്യണോ? ഉപേക്ഷിക്കണം. അല്ല, ഉപേക്ഷിക്കണം. എനിക്കിതിന്റെ ഒരു വാലും തലയും കിട്ടുന്നില്ല. ഒന്നുകിൽ എന്റെ തലയിലെടുത്ത് മോശമായി, ഇല്ലെങ്കിൽ ഇവളുടെ ബുദ്ധിക്കെന്തോ തലക്കേട് പറ്റി. ഇൻസ്പെക്ടർ അദ്ദേഹം അങ്ങ് പലപ്പോഴും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴെന്റെ അഭിമാനം സംരക്ഷിച്ചു. ചേച്ചി, പാർവതി, പാർവതി, എന്ന് മനസ്സിലായോ ചേച്ചി? പാർവതി, നീ ജീവിച്ചിരിക്കുന്നോ കുഞ്ഞെ? എന്റെ പൊന്നനുജത്തി. ഇല്ല ചേച്ചി, ഞാൻ മരിച്ചു. പാർവതി, കുമാരൻ എവിടെ? അവൻ നിന്റെ കൂടെ വന്നില്ലേ? അവൻ നേരത്തെ ഇങ്ങ് പോന്നല്ലോ. എവിടെ? എന്റെ മോൻ ഇവിടെ വന്നില്ലല്ലോ. അതാരാ ചേച്ചി? ആ ചൈത്താന്റെ പേര് കൂടി പറയല്ലേ. ശോഭയെ തട്ടിക്കൊണ്ട് പോകാനാണ് അവന്റെ ശ്രമം. എന്റെ ദൈവമേ, ഇയോടെ താടിക്ക് തീ പിടിച്ചു പോണേ. അമ്മായിയുടെ ശാപം അതുപോലെ തന്നെ ഫലിക്കട്ടെ. ഇത് അമ്മായി എന്നെ കൊണ്ടുപോയി അടുപ്പിലിട്ടേക്കണം. എന്താ? ഏതാണ് ഈ ചെറുപ്പക്കാരൻ? ചേച്ചിയുടെ മോൻ തന്നെയാണ്. കുമാര, അമ്മേ, മോനെ, എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു മോനെ, മോനെ, നീ മടങ്ങി വന്നല്ലോ കുഞ്ഞ്. എത്ര കാലമായി നിന്റെ അമ്മയെ കണ്ണീരിപ്പിക്കുന്നു. ഇത്രയും കാലം നീ ഞങ്ങളുടെ കൺമുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും നിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്തെല്ലാം സഹായങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തു. എന്നിട്ടും നിന്നെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്റെ പൊന്നുമോനെ. അമ്മേ, ഏമാനെ, ഇദ്ദേഹമാണോ നമ്മൾ ഇത്രയും നാളത്തെ കറക്കി അങ്ങ് മായാവി? എന്റെ തലയ്ക്കകത്ത് എന്താ പാപ്പുള്ളേ? ഇവിടെ നടക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചു കെട്ടി ഞാൻ ഏമാന്റെ മുമ്പ് കൊണ്ടിട്ടേനെ. ഈശ്വര രക്ഷ, ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവിടുത്തെ അടുത്ത് ഞാൻ വന്ന് പറഞ്ഞേനെ. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട് നീ ഞങ്ങളെ കളിപ്പിക്കുകയായിരുന്നല്ലേ? ഞാൻ അറിഞ്ഞു ഇത് അമ്മായിയുടെ മകനാണെന്ന്. പക്ഷെ ഇവൻ നിന്റെ ഭർത്താവാകുമെന്ന് നീ അറിഞ്ഞിരുന്നു. കൊച്ചു തള്ളി. ഹേമാനെ, ഹേമാനെ, ഒരു ഐഡിയ. ഇവരെ നമുക്ക് ശരിക്കൊന്ന് കൂട്ടണം. അല്ലെങ്കിൽ ഇവര് പുറത്ത് ചാടി വേണ്ടാത്ത ശല്യങ്ങളെല്ലാം ഉണ്ടാക്കും നമുക്ക് വേണ്ടി. കുമാരകുഞ്ഞ്, ഒരു ഐഡിയ കൂടി. പിന്നെ ഈ ഒന്നിൽ തന്നെ നിർത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ കെട്ടാകാൻ പോയാല് എന്നെ പോലെ 451 പോകും.